ഗുഡ് ഈവനിങ് ഡിയർ ഫ്രണ്ട്സ്. നമ്മൾ മാത്സ് ആസ്പിറൻസ് മലയാളി കുട്ടികളുടെ കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു 3 ബാച്ച് കഴിഞ്ഞ് ഇപ്പം 4ാമത്തെ ബാച്ചിലാണ് നമ്മൾ നിൽക്കുന്നത്. മാത്സ് ആസ്പിറൻസ് എന്നുള്ള ഗ്രൂപ്പ് നമ്മൾ 2017 സ്റ്റാർട്ട് ചെയ്തെങ്കിലും കേരളത്തിലെ മലയാളി വിദ്യാർത്ഥികൾ, അതായത് BSc വിദ്യാർത്ഥികൾക്ക് IIT JAM എന്നുള്ളൊരു പരീക്ഷയെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതേപോലെയുള്ള രീതിയിലുള്ള ക്ലാസ്സുകളും അതുപോലെ എക്സാംസും ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് കറക്റ്റ് ഇത് 4ാമത്തെ ബാച്ചാണ് വരാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ ഒരു മോട്ടിവേഷൻ സെഷനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കൂടെ അജിത ഉണ്ണി മാഡം ഉണ്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനു മുന്നേ കുറച്ച് കാര്യങ്ങളും കൂടി പറയാം. ഏതായാലും നമ്മുടെ വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് അജിത മാഡം നമ്മുടെ കൂടെ ക്ലാസ് എടുക്കാനുള്ളതിൽ. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അജിത മാഡം നമ്മുടെ അമൃതയുടെ അമ്മയാണ്. അമൃത നമ്മളെ മലയാളി കുട്ടികളുടെ നമ്മളെ ജാമിന്റെ ഒരു ബാച്ച് തുടങ്ങിയ സമയത്ത് ആദ്യത്തെ ബാച്ചിലുള്ള ഒരു സ്റ്റുഡന്റ് ആണ് അമൃത. അമൃതയും അനുരാഗും ഒക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ ഉണ്ടായിരുന്ന കുട്ടികൾ. നമ്മള് ആ സമയത്ത് കുട്ടികളെ ഇതേപോലെ തന്നെ ഇപ്പം ഞാൻ ഈ ഒരു പ്രോഗ്രാമിനെ കണ്ടില്ലേ, നമ്മുടെ കുട്ടികൾ കയറാനൊക്കെ ഉള്ള മടിയൊക്കെ കാണിക്കുന്ന പോലെ അങ്ങനെയൊക്കെ ആയിരുന്നു അന്നും. പക്ഷെ അന്ന് അങ്ങനെ ഒരു മടിയൊന്നും കാണിക്കാതെ വളരെ ആക്റ്റീവായി നിന്നിട്ടുള്ള കുട്ടികളിൽ ഒരാളാണ് അമൃത. അപ്പൊ ആ അമൃത നമ്മൾ ഇതേപോലെ അന്ന് ഈ ഓരോ പ്രോഗ്രാമിലും ഒക്കെ അമൃതയെ കൊണ്ട് നമ്മൾ സംസാരിപ്പിക്കും. അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു മാക്സിമം ആ രീതിയിൽ മാത്രമല്ല അവൾ നന്നായിട്ട് ചെയ്യും. അവൾക്ക് പറഞ്ഞാലൊരു മടിയില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ആക്റ്റീവായി ചെയ്യുകയും അതുപോലെ എക്സാംസ് ഒക്കെ എഴുതുകയാണെങ്കിലും നല്ല സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഏതായാലും അമൃതയ്ക്ക് അതിൻ്റെതായ ഒരു റിസൾട്ട് ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തത് കണ്ടിട്ടുണ്ടാവും. അമൃത കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc 1ാം റാങ്കോട് കൂടി അതും CGPA 10/10 ആയി ക്ലിയർ ചെയ്തു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ മാത്സ് ആസ്പിറൻസ് മലയാളി കുട്ടികളുടെ തുടങ്ങിയതിലെ ഫസ്റ്റ് ബാച്ചിലെ കുട്ടിയാണ് ശരിക്കും അമൃത. അതിന് മുന്നേ നമ്മളുണ്ട് ഈ രീതിയിൽ അങ്ങനെ ചെയ്തില്ല എന്ന് മാത്രം. അമൃതയുടെ സീനിയർ ആയിട്ടുള്ള പ്രിയ കാവേരിയും അങ്ങനെയുള്ളവരൊക്കെ വരുന്ന ഒരു ബാച്ച് അതിനു മുന്നേ ഉണ്ടായിരുന്നു. പക്ഷെ അതന്ന് വേറൊരു രീതിയിൽ കൂടിയായിരുന്നു. ഒരു ധനുസ് എന്നുള്ളൊരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കൂടിയാണ് അത് വന്നത്. നമ്മൾ മലയാളി കുട്ടികളുടെ മാത്രമായിട്ട് ഒരു എക്സ്ക്ലൂസീവ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ബാച്ചിലെ ആളാണ് അമൃത അനുരാഗൊക്കെ. അവർ രണ്ടുപേരും നല്ല രീതിയിൽ, അമൃത അനുരാഗ് മാത്രമല്ല അതേപോലെ വേറെ കുട്ടികളുണ്ട് ആ ബാച്ചിലുള്ള എല്ലാവരും തന്നെ നല്ല നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്തവണയും നമുക്ക് നമ്മുടെ കുട്ടികള് നല്ല രീതിയിൽ എത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നത്. ക്ലാസ്സുകളായാലും ഇതേപോലുള്ള മോട്ടിവേഷൻ സെഷൻ ആയാലും പിന്നെ ഗ്രൂപ്പിൽ ഞാൻ ഇടുന്ന മെസ്സേജസ് ആയാലും ഒക്കെ നമ്മൾ ചെയ്യുന്നത് നിങ്ങളെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് തയ്യാറെടുക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ ഒരു അനുഭവത്തിൽ പറഞ്ഞാൽ നമ്മുടെ മലയാളി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഏറ്റവും വലിയൊരു പ്രശ്നം ഒരു ആത്മവിശ്വാസക്കുറവാണ്. എന്നെ കൊണ്ട് പറ്റുമോ, ഇതൊക്കെ ബാക്കി അവരൊക്കെ ചെയ്യുമോ, നമുക്കൊന്നും ആവുന്നുണ്ടാവില്ല എന്നുള്ളൊരു തോന്നൽ വല്ലാതെ ഉണ്ട് നമ്മുടെ കുട്ടികൾക്ക്. പിന്നെ സ്വാഭാവികമായിട്ടുള്ള ഒരു കുഴപ്പം എന്താ വെച്ചാൽ മടി. അത് പിന്നെ എല്ലാവർക്കും ഉള്ള കാര്യമാണ് മടി എന്ന് പറയുന്നത്. പിന്നെ ഒരു ഫോക്കസ് ഇല്ലാതിരിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന്റെ ഇടയിൽ നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് ഒരുപാടാണല്ലോ. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ തന്നെ ഏറ്റവും വലിയൊരു ഡിസ്ട്രാക്ഷന്റെ സോഴ്സ് ആണ്. നമ്മളെ പല രീതിയിലേക്ക് നമ്മുടെ സമയത്തെയൊക്കെ മാറ്റിക്കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് അത്. നമ്മൾ ഈ ഒരു പ്രത്യേകിച്ച് ഒരു പരീക്ഷയ്ക്കൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഏത് സമയത്തും ആ ഒരു ഫോക്കസിൽ നിന്നാൽ മാത്രമേ നമുക്കൊരു പരീക്ഷയിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ ആ രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഇന്നത്തെ ഈ ഒരു മോട്ടിവേഷൻ സെഷനൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കൺസിസ്റ്റന്റ് ആയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതിന് തെളിവായിട്ട് നമ്മുടെ മുന്നിൽ ഇഷ്ടം പോലെ കുട്ടികളുണ്ട്. ഞാൻ ഈ വരുന്ന കുട്ടികളുടെയൊക്കെ അച്ചീവ്മെന്റ്സ് ഫുള്ള് ഞാൻ സമയമെടുത്ത് പോസ്റ്ററായിട്ടൊക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ബാക്കി വരുന്ന നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. അവർക്കുള്ളൊരു അംഗീകാരം എന്നുള്ളതിന്റെ അതേപോലെ തന്നെ അതിൽ ഏറ്റവും ഞാൻ മുന്നിൽ കാണുന്നത് അത് കാണുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇതേപോലെ ആവണം, ഇതുപോലെ എനിക്കും പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾ ഉണ്ടാക്കാനും ഒരു ആഗ്രഹം നിങ്ങളിൽ ജനിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം അതിൽ പറയാൻ വളരെ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആളെയാണ് നമുക്ക് സ്പീക്കറായിട്ട് കിട്ടിയിട്ടുള്ളത്. അമൃതയുടെ അമ്മ അജിത മാഡം ഒരു
ഭാരതീയ വിദ്യാഭവന്റെ കീഴിലുള്ള ഒരു സ്കൂളില് അധ്യാപികയാണ്. അധ്യാപനത്തോടൊപ്പം സ്വന്തം ഒരു പാഷൻ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ ട്രെയിനിങ്, മോട്ടിവേഷണൽ ട്രെയിനിങ് അങ്ങനത്തെ കാര്യങ്ങളിൽ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്, സർട്ടിഫൈഡ് ട്രെയിനറാണ്. അതൊരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് ഇങ്ങനെ വരണം, നമ്മുടെ കുട്ടികളോട് സംസാരിക്കണം. അപ്പൊ ഞാൻ ചോദിച്ച സമയത്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെയായിരുന്നു അമൃതയോട് എന്തൊക്കെയാണോ പറയാനുണ്ടായിരുന്നത് അതുപോലെ പറഞ്ഞാൽ മതി നമ്മുടെ കുട്ടികളോട് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. ഈ ഒരു സെഷന് നമ്മളോട് കൂടെ ജോയിൻ ചെയ്തതിന് അജിത മാഡത്തിനോട് നമ്മുടെ ഗ്രൂപ്പിന്റെ പേരിലുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലുള്ള എല്ലാ നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ കൂടെ ബിജുമോൻ സാറുണ്ട്. ബിജുമോൻ സാർ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. കണ്ണൂര് ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജിലെ മാത്സ് വിഭാഗം തലവനും അസോസിയേറ്റ് പ്രൊഫസറുമാണ്. നമ്മുടെ മാത്ത് ആസ്പിരൻസിന്റെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ആളാണ്. എല്ലാ ടെക്നിക്കൽ കാര്യങ്ങളും നോക്കുന്ന ആളാണ്. നിങ്ങളുടെ പലരും തന്നെ ബിജുമോൻ സാറിന്റെ ബുക്കുകൾ ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നേരത്തെ രമാകാന്ത് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ പല കോളേജുകളിലും ഉപയോഗിക്കുന്ന ബുക്കൊക്കെ ബിജുമോൻ സാർ എഴുതിയതായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ പേര് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നോക്കുകൊണ്ടു. നമ്മുടെ ആ സാറാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിലുള്ള സാറ്. ഓക്കെ, അപ്പം ബിജുമോൻ സാറ് നിങ്ങളോട് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന് ആശംസ അർപ്പിച്ചുകൊണ്ട് 2 വാക്ക് സംസാരിക്കും. ബിജുമോൻ സാറെ ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് എവരിവൺ. ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ വിനോദ് കുമാർ പി, ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ അജിത ഉണ്ണി മാഡം, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, വിനോദ് സാറ് വളരെ വിശദമായി കാര്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് വളരെ പ്രതീക്ഷയോടെയാണ് നിങ്ങൾ ഓരോരുത്തരും ഈ ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. കാരണം ഇനിയുള്ള വർഷം വളരെ നിർണായകമായ ഒരു വർഷമാണ്. 6 മാസം കഴിയുമ്പോഴേക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓൾ ഇന്ത്യ ലെവലിലുള്ള വിവിധ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസും നിങ്ങൾ എഴുതാൻ പോവുകയാണ്. ആ എക്സാമിനേഷൻസ് ആണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത്. 2 വർഷം മുൻപ് ഇതേ ഗ്രൂപ്പിൽ വളരെ സജീവമായിട്ട് നിന്നിരുന്നൊരു സ്റ്റുഡന്റ് ആയിരുന്നു അമൃത വാര്യർ. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം ഗ്രൂപ്പുകൾ നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, അമൃത വാര്യർ കുസാറ്റിൽ MSCക്ക് 1ാം റാങ്ക് വാങ്ങിയിരിക്കുകയാണ്. മാത്സ് ആസ്പിരൻസിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് സജീവമായി പ്രവർത്തനം നടത്തി വരുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് അമൃത. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. നിലവിൽ ISI ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിസർച്ചിനുള്ള ഒരു സാധ്യത തെളിഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. അപ്പൊ ഇന്നത്തെ സെഷൻ നയിക്കുന്നത് അമൃതയുടെ അമ്മ കൂടിയായിട്ടുള്ള അജിത മാഡമാണ് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നു. അപ്പോ ഈ ഒരു സെഷനിൽ അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയുവാനുള്ളത്, അതായത് അമൃതയൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പുമായിട്ട് എങ്ങനെയാണോ സഹകരിച്ചത്, എങ്ങനെയാണോ പ്രവർത്തിച്ചു വന്നത്, അതേ മാതൃകയിൽ നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 5-6 മാസം കഴിയുമ്പോൾ നടക്കുന്ന എക്സാമിനേഷൻസിലൊക്കെ തന്നെ ഉയർന്ന വിജയം നേടി നിങ്ങൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം മാത്തമാറ്റിക്സിന്റെ ഇതിൽ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കും. എനിക്കറിയാം നിങ്ങളിൽ എല്ലാവർക്കും തന്നെ ബഹുഭൂരിപക്ഷം പേർക്കും നല്ല സൗകര്യങ്ങളിൽ കഴിയുന്ന കുടുംബങ്ങളാണ്. എല്ലാ സുഖ സൗകര്യങ്ങളും നിങ്ങൾക്ക് അച്ഛനമ്മമാര് നൽകുന്നുണ്ട്. പഠനത്തിന് ഒരു തടസ്സവും ഇല്ലാത്ത രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും രക്ഷിതാക്കൾ നൽകി വരുന്നുണ്ട്. പക്ഷെ അവര് നൽകുന്ന സപ്പോർട്ടിനനുസരിച്ച് പ്രവർത്തിക്കാൻ, അതായത് പ്രവർത്തിക്കുന്നുണ്ടോ നിങ്ങൾ ഓരോരുത്തരും എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. പലരും കംഫർട്ട് സോണിലാണ്. ഇതങ്ങനെ അങ്ങ് പോകും. കുറച്ച് കഴിയുമ്പോൾ യൂണിവേഴ്സിറ്റി എക്സാം വരും, അത് ഞങ്ങൾ അങ്ങ് എഴുതും, അന്നേരം നല്ല മാർക്കൊക്കെ കിട്ടും, അങ്ങനെ പോകും. ഒഴുക്കിനൊത്ത് നീങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ്. അതിന് നമ്മൾ ദൃഢനിശ്ചയത്തോടുകൂടി ഒരു തീരുമാനത്തോടുകൂടി നേരിടണം. 2 വർഷം മുമ്പ് അമൃതയുടെ അതേ ബാച്ചിൽ തന്നെ എന്റെ കോളേജിലെ ഒരു സ്റ്റുഡന്റ് അനുരാഗ്, വിനോദ് സാർ സൂചിപ്പിച്ചു കഴിഞ്ഞു. അനുരാഗ് ഒരു സാധാരണ സ്റ്റുഡന്റ് ആയിരുന്നു. ഒരുപക്ഷെ അനുരാഗിനേക്കാൾ ബ്രൈറ്റായ സ്റ്റുഡൻസ് ഒക്കെ അനുരാഗിന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അനുരാഗ് വിനോദ് സാർ പറഞ്ഞ ചില കാര്യങ്ങൾ, വിനോദ് സാർ എന്താണോ നിർദ്ദേശിച്ചത് അത് അക്ഷരം പ്രതി കേൾക്കുകയും പാലിക്കുകയും ചെയ്ത ഒരു വിദ്യാർത്ഥിയാണ് അനുരാഗ്. നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ഇന്നത്തെ കാലത്ത് അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ കണ്ടുകിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. അല്ലാത്ത എക്സ്ക്യൂസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല അനുരാഗിന്. വളരെ പരിമിതമായ സാഹചര്യത്തിലാണ് അനുരാഗിന് ഉണ്ടായിരുന്നത്. പക്ഷെ അനുരാഗ് നന്നായിട്ട് ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് IIT-യിൽ എത്തണം എന്ന് ആഗ്രഹിച്ചു. ഓൾ ഇന്ത്യ റാങ്ക്
75 വാങ്ങി. IIT ബോംബെയിൽ അഡ്മിഷൻ വാങ്ങിച്ചു. അവിടെ നിന്നും കഴിയുമ്പോഴേക്കും 2 തവണ നെറ്റ് ക്വാളിഫൈ ചെയ്തു. കോളേജ് അധ്യാപക യോഗ്യതാ പരീക്ഷയായിട്ടുള്ളത് ഓൾ ഇന്ത്യ ലെവൽ പരീക്ഷ നല്ല റാങ്കോടെ സ്കോർ ചെയ്തു. പിന്നീട് IIT ജമ്മുവിലേക്ക് ഇപ്പോൾ PhDക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ്. മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്കുള്ള അഡ്മിഷന് വേണ്ടി തയ്യാറെടുക്കുന്നതിന് വേണ്ടി ഉത്തർപ്രദേശിൽ IIT ബോംബെയിൽ തന്നെ തന്റെ ഒരു സഹപാഠിയുടെ കൂടെ അവരുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് കമ്പൈൻ സ്റ്റഡി നടത്തുകയാണ്. നോക്കൂ, നമ്മൾ അത്തരത്തിലുള്ള ഒരു ശ്രമം നിങ്ങൾ ഓരോരുത്തരുടെ ഭാഗത്തും വേണം. കാരണം ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവരുടെ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഒന്നിച്ച് സഹവസിച്ചുകൊണ്ട് മാത്തമാറ്റിക്സിന്റെ ലോകത്തേക്ക് കൂടുതൽ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. അപ്പോ അത് വലിയൊരു തുടക്കമാണ്. നമ്മുടെ വിനോദ് സാറൊക്കെയാണ് അതിന് തുടക്കമിട്ടത്. ശരിക്കും പറഞ്ഞാൽ വിനോദ് സാറായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്തൊരു സ്റ്റുഡന്റ് ആയിരുന്നു എന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള അനുരാഗ്. ഈ ഒരു പ്ലാറ്റ്ഫോമാണ്, മാത്സ് എക്സ്പീരിയൻസ് എന്നുള്ള പ്ലാറ്റ്ഫോമാണ് അനുരാഗിനെയും അതുപോലെ അമൃത വാര്യരെയും ഒക്കെ നമ്മുടെ ഒരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ഈ പ്രവർത്തനം നമ്മളെല്ലാവരും തുടരണം. ഞാനൊരു ചെറിയൊരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കാരണം അജിത മേഡത്തെ ശ്രവിക്കാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എനിക്കറിയാം. നമ്മളോട് ആരോട് ചോദിച്ചാലും നമ്മൾ പറയും ഏറ്റവും വേഗത്തിൽ ഓടുന്ന അല്ലെങ്കിൽ വേഗതയേറിയ ജീവി ഏതാണ് എന്ന് ചോദിച്ചാൽ ചീറ്റപ്പുലി അല്ലെങ്കിൽ ചീറ്റ വർഗത്തിൽപ്പെട്ട ഒരു ഇനമാണ് എല്ലാവരും പറയും. പക്ഷെ അതിനെ നമുക്ക് വേറെ രീതിയിൽ ഇങ്ങനെ ചിന്തിക്കാം. ചീറ്റയേക്കാൾ വേഗത്തിൽ ഓടുന്ന ഒരു ജീവി ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ആരാണത്? കാരണം ചീറ്റ പലപ്പോഴും വേട്ടയാടാൻ വേണ്ടി മൃഗങ്ങളുടെ പിറകിൽ ഓടുമ്പോൾ ഈ ചീറ്റ ഓടുന്ന മൃഗങ്ങളിൽ ഒട്ടേറെ മൃഗങ്ങൾ പ്രാണരക്ഷാർത്ഥം ജീവൻ രക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് ചീറ്റ ഓടുന്നതിനേക്കാൾ വേഗത്തിൽ ഓടി ജീവൻ രക്ഷിക്കാറുണ്ട്. അപ്പോൾ ആരാണ് വേഗത്തിൽ ഓടുന്ന ജീവി? ചീറ്റ തന്നെ ആയിരിക്കും. പക്ഷേ വേഗത്തിലോടുന്ന ജീവിയായിട്ടുള്ള ചീറ്റയെ പോലും അതിജീവിക്കാൻ, അതിന്റെ വേഗത്തെ പോലും അതിജീവിച്ച് ജീവൻ രക്ഷിക്കാൻ മറ്റൊരു ജീവിക്ക് സാധിക്കും. ഇത് മനുഷ്യനും കൂടി പാഠമാവാനുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും മറ്റൊരാൾ നമ്മളെക്കാൾ മിടുക്കനാണ്, അവരെ തോൽപ്പിക്കാൻ നമുക്കാവില്ല എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ നമ്മൾ ഒന്ന് കരുതുക, അയാൾ മിടുക്കനായിരിക്കാം, അയാൾ അതിവേഗത്തിൽ ഓടുന്ന ആളായിരിക്കാം. പക്ഷേ എനിക്ക് എന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ എനിക്ക് വേറെ വഴിയൊന്നുമില്ല, ജീവൻ രക്ഷാർത്ഥം ഞാൻ ഓടിയേ പറ്റൂ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചാൽ, ആ രീതിയിൽ നമ്മളുടെ പ്രവർത്തനത്തെ, പഠനത്തെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. നിങ്ങൾ കാണണം, നിങ്ങൾ സ്വപ്നം കാണണം, ഞാൻ അടുത്ത വർഷം ഈ സമയത്ത് ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആയിരിക്കണം. അതിന് എനിക്കൊരു തടസ്സവുമില്ല. ആരെന്ത് വേഗത്തിൽ ഓടിക്കോട്ടെ, ഇന്ത്യയിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ പഠിക്കുന്ന ഒട്ടനവധി വിദ്യാർത്ഥികൾ ഉണ്ടായിക്കോട്ടെ. പക്ഷെ എനിക്ക് അവരെയെല്ലാം മറികടക്കാൻ സാധിക്കും. എനിക്ക് ദൃഢനിശ്ചയമുണ്ട്. എനിക്ക് മണിക്കൂറുകളോളം ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് വിശ്രമമില്ലാതെ പണിയെടുത്താൽ ഉറപ്പാണ് നമ്മുടെ അനുരാഗിനെയും അമൃതയൊക്കെ പോലെ തന്നെ നിങ്ങളെ വിജയികളായിട്ട് ഞങ്ങൾക്ക് പരിഗണിക്കേണ്ടി വരും. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. വളരെ മോട്ടിവേഷണൽ ആയിട്ടുള്ള സെഷനാണ് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അജിത മേഡത്തെ ഞാൻ സന്തോഷത്തോടുകൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ അജിത മേഡത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത വിനോദ് സാറിനും വളരെയേറെ നന്ദി. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്, വിനോദ് സാർ നിങ്ങൾക്ക് വേണ്ടി ഒരു വർഷം മാറ്റിവെക്കുകയാണ്. നിങ്ങൾ ഒന്നിച്ച് നീങ്ങുക, സാറിന് നല്ലൊരു പ്രചോദനം നൽകുക. സാർ ആഗ്രഹിക്കുന്നത് അടുത്ത വർഷത്തെ റിസൾട്ട്സ് ഒക്കെ വരുമ്പോൾ ഒട്ടനവധി പേര് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ എത്തണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആ ലക്ഷ്യത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുക. നമ്മളെക്കാൾ മുന്നേറിയ എത്രയോ പേരുണ്ടാവും, പക്ഷെ അവരെ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷ വെക്കുക, പുലർത്തുക, ആത്മാർത്ഥമായി ആഗ്രഹിക്കുക, പ്രവർത്തിക്കുക. All the very, very best wishes for this program and also for the Maths Aspirants group. Thank you. Thank you, Bijman sir. Thank you. നമ്മുടെ സെഷനിലേക്ക് കിടക്കുകയാണ്. അതിന് മുന്നേ നമ്മുടെ പാർട്ടിസിപ്പൻസിനോട് ചെറിയൊരു ഇൻസ്ട്രക്ഷൻ, നിങ്ങളുടെ ജസ്റ്റ് പേരും കോളേജും ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടണം. പിന്നെ പറ്റുന്നത്ര നിങ്ങളുടെ ഡാറ്റ കണക്ഷനൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാം, എന്നാൽ പോലും പറ്റുന്നത്ര പ്രോഗ്രാമിന്റെ അവസാനം വരെ എല്ലാവരും നിൽക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കുന്നു. കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഈ ഒരു വർഷത്തെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഒന്ന് ചിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് ഒരു പ്രേരണ നൽകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ കാര്യം പറയാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളാണ് അജിത മേഡം എന്ന് ഞാൻ പറയാൻ ഒരു കാരണം എന്താ വെച്ചാൽ 2 വർഷം മുന്നേ അമൃത കടന്നുപോയ സ്റ്റേജുകള് കൂടെ നിന്ന് അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്ത്
എന്താ പറയാ അതിന്റെ എല്ലാ അവളുടെ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ അടുത്തറിഞ്ഞ ഒരാളാണ്. അപ്പൊ ശരിക്ക് നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കാനും നിങ്ങളുടെ കാര്യങ്ങൾ നന്നായിട്ട് അവർക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റും. അപ്പൊ ഇന്നത്തെ സെഷനിൽ എല്ലാവരും ആക്റ്റീവായിട്ട് പങ്കെടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് അത് ചോദിക്കാനുള്ള സമയത്തൊക്കെ എല്ലാവരും ആക്റ്റീവായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയാനും ഒക്കെ മുന്നോട്ട് വരിക. മടി മാറ്റി വെക്കുക. എല്ലാവരും സംസാരിക്കാനും ഒക്കെ നന്നായി ആക്റ്റീവായിട്ട് മുന്നോട്ട് വരാൻ തയ്യാറാണെന്നും കൂടി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ കൂടെ വന്നിട്ടുള്ള അജിത മാഡത്തിനോട് ഞങ്ങളുടെ ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പേഴ്സണൽ ആയിട്ടൊക്കെയുള്ള നന്ദി അറിയിക്കുകയാണ് കൂടി. സ്വാഗതം അജിത. താങ്ക് യു വിനോദ് സാർ. സ്നേഹമുള്ള വാക്കുകൾക്ക് എത്രയും പ്രിയപ്പെട്ട വിനോദ് സാറിനും ബിജുമോൻ സാറിനും പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന കേരളത്തിൻ്റെ ബ്രെയിൻ തന്നെ എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കാൻ പോകുന്നു, ഭാവി ബ്രെയിൻ ആയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും സ്വാഗതം. എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഒരു സെഷൻ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടിയത്. വിനോദ് സാർ പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ 3 വർഷമായിട്ടാണ് ഞങ്ങളുടെ കുടുംബത്തിന് എന്ന് തന്നെ പറയാം മാത്സ് ആസ്പിറൻസ് ഗ്രൂപ്പുമായിട്ടുള്ള ബന്ധം. എൻ്റെ മകൾ അവിടെ ജോയിൻ ചെയ്തപ്പോൾ തൊട്ട് അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ സെഷൻ, ഓരോ ആഴ്ചയിൽ നടത്തുന്ന സെഷൻസ്, അതിനുശേഷം നടത്തുന്ന എക്സാമുകൾ എല്ലാം നമുക്ക് അറിയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പറയാനുണ്ട്. മാത്സ് ആസ്പിറൻസ് ഗ്രൂപ്പിലൂടെ പരിചയപ്പെട്ട കൂട്ടുകാരെ നമുക്കും പരിചയമുണ്ട്. തീർച്ചയായിട്ടും ഏറെ കടപ്പാടുണ്ട് ഇതിലെ ഗുരുക്കന്മാരായ വിനോദ് സാറിനോടും ബിജുമോൻ സാറിനോടും. എന്ന് വെച്ചാൽ നമുക്കറിയാം മാത്സിന് ഇപ്പോൾ നമ്മുടെ സ്കൂളിലെ പല കുട്ടികളും പ്രൈവറ്റായിട്ട് മാത്സ് ട്യൂഷനൊക്കെ പോകുന്നുണ്ട്. മാത്സ് ട്യൂഷന് പോകുന്നുണ്ട്, ഓൺലൈനായിട്ട് പോകുന്നുണ്ട്, അല്ലാതെ പോകുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ട്യൂഷൻ ഉണ്ടായാലേ പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ധാരണ കുട്ടികളിൽ വന്നിട്ടുണ്ട്. ഒരുപാട് വലിയ തുകയാണ് അവർ ഓരോ വർഷവും ട്യൂഷന് വേണ്ടി ചിലവാക്കുന്നത്. എന്നുവെച്ചാൽ മാത്സ് എന്ന് വെച്ചാൽ ആൾക്കാർക്കൊരു വിചാരമുണ്ട്, മാത്സ് അങ്ങനെ ട്യൂഷൻ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ട്യൂഷന് പോകണമെന്നുണ്ടെങ്കിൽ വലിയൊരു തുക, അത് എത്രയും വലിയ തുക ഉണ്ടോ അത്രയും നല്ല സ്ഥലത്തായിരിക്കും എന്നുള്ളൊരു എത്തിപ്പെടുന്നത് എന്നുള്ളൊരു ചിന്താഗതിയാണ് ആൾക്കാർക്കുള്ളത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരു 5 പൈസ പോലും മേടിക്കാതെ തികച്ചും 100% ഫ്രീ ആയിട്ടാണ് വളരെ വില പിടിപ്പുള്ള പ്രഷ്യസ് ആയിട്ടുള്ള സെഷൻസ് നിങ്ങൾക്ക് മുന്നിൽ തരുന്നത്. എനിക്കറിയാം, അമൃതയുടെ കാര്യം വെച്ച് തന്നെ അറിയുന്നതാണ്. ഇപ്പം നിങ്ങളെല്ലാവരും കേരളത്തിൽ ഞാൻ ഇപ്പോൾ കണ്ടു, നിർമ്മലഗിരി കോളേജിൽ നിന്നുണ്ട്, PSMOയിൽ നിന്നുണ്ട്, ഇരിട്ടി കോളേജിൽ നിന്നുണ്ട്, ഒരുപാട് കേരളത്തിൽ അങ്ങോളം പ്രശസ്തമായിട്ടുള്ള കോളേജുകളിലെ കുട്ടികളെല്ലാവരും ഇവിടെ ഉണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ കോളേജിൽ ഏറ്റവും മിടുക്കനാവാനേ ശ്രമിക്കുമായിരുന്നുള്ളൂ എന്ന് എനിക്കറിയാം. എന്ന് വെച്ചാൽ അവിടുത്തെ ഏറ്റവും ടോപ്പ് അതിന് നിങ്ങൾ ശ്രമിക്കും. പക്ഷേ പുറത്ത് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, പുറത്തുള്ള കുട്ടികളെ കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മൾ എവിടെയും എത്തിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ എത്താൻ ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിലാണ് ഈ ഒരു ഗ്രൂപ്പിൻ്റെ സിഗ്നിഫിക്കൻസ്. എന്നുവെച്ചാൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മിക്ക പ്രശസ്ത കോളേജുകളിലെ കുട്ടികളും അതിൽ മെയിൻ ഗ്രൂപ്പിലുണ്ടെന്നറിയാം. ഇതിപ്പോൾ കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ടുള്ള ഗ്രൂപ്പാണ്. അപ്പം അതുകൊണ്ട് കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഇവിടെ പറയുന്ന ക്ലാസ്സുകളിൽ ഒപ്പം പങ്കെടുത്ത്, സാർ നടത്തുന്ന പരീക്ഷകളിൽ പങ്കെടുത്ത്, അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് തന്നെ പരസ്പരം കൂടുതൽ അറിയാനും എന്താണ് തൻ്റെ നിലവാരം, മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ എന്താണ് താൻ എവിടെയാണ് എത്തുന്നത്, എവിടെയാണ് നിൽക്കുന്നത്, എവിടെയാണ് എത്തേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഓരോരുത്തരിലും ഉണ്ടാവുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് കൂടുതൽ പഠിക്കാൻ നമുക്ക് പ്രചോദനം കിട്ടും എന്നുള്ള, എല്ലാവർക്കും അതിനുള്ള ഒരു പ്രചോദനം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് അത് ഓൺലൈൻ കാലത്ത് തുടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ടായിരിക്കാം, ആദ്യമൊക്കെ ഒരു വിസ്മയമായിരുന്നു. കേരളത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കേരളത്തിന് അപ്പുറത്തുള്ള കുട്ടികളുമായിട്ടും പരിചയമായി. ആ പരിചയം ഇപ്പോഴും, ആ സൗഹൃദവും അടുപ്പവും ഇപ്പോഴും
തുടരുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ അതിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത്. അപ്പം അതിന് ഞാൻ വിനോദ് സാറിനോടും ബിജുമോൻ സാറിനോടും ഏറെ കടപ്പെട്ടിരിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാണ് മക്കളെ. ഇത്തരം ഒരു ഗ്രൂപ്പിലെ അംഗമാകാനും അതുപോലെ തന്നെ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗുരുക്കന്മാരെ കിട്ടിയതിനും. അപ്പോൾ കഴിയുന്നതും നിങ്ങൾക്ക് അറിയുന്ന കുട്ടികളെ കൂടി ഇതിലേക്ക് കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം, എനിക്ക് നിങ്ങളോട് വളരെയധികം ബഹുമാനം തോന്നുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് 10th കഴിഞ്ഞാൽ ഏത് ഗ്രൂപ്പ്, സയൻസ്, ബയോമാത്സ്, അത് കഴിഞ്ഞാൽ എന്ത്, ഒന്നുകിൽ നീറ്റ് എൻട്രൻസ് അല്ലെങ്കിൽ JEE അല്ലെങ്കിൽ കീം. ഇത് മാത്രമേ ഉള്ളൂ ലോകം എന്ന് വിചാരിക്കുന്നവരാണ് അധിക പേരും. അതിനിടയിൽ ഇങ്ങനെ മാത്സിനോട് താല്പര്യം തോന്നി മാത്സ് എടുക്കാൻ ആ ഒരു ധൈര്യം കാണിച്ച, അല്ലെങ്കിൽ മാത്സിനോടുള്ള പാഷൻ തിരിച്ചറിഞ്ഞ കുട്ടികളാണ് ഇവിടെ എനിക്ക് മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. നിങ്ങൾക്ക് ഒരിക്കലും തെറ്റ് പറ്റിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങളെ ഇഷ്ടപ്പെട്ട വിഷയം മാത്സ് ആണെങ്കിൽ അതിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുമോ, അതിനെ എത്രത്തോളം പാഷനേറ്റ് ആയിട്ട് കാണാൻ പറ്റുമോ, അതിനുള്ള ഒരു അവസരമാണ്, അതിനുള്ള ഒരു വേദി കൂടിയാണ് ഈ മാത്സ് ആസ്പിറന്റ്. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമായതിൽ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഇത് വളരെ ഇന്ററാക്റ്റീവായിട്ട്. നമുക്ക് നമ്മുടെ വിജയകുമാർ സാർ നമ്മുടെ കൂടെ ഉണ്ട്, കുസാറ്റിലെ. വിജയകുമാർ സാർ, രണ്ടു വാക്ക്. ഞാൻ വേറെ സ്ഥലത്ത്. നമസ്കാരം. ആദ്യം അജിത മാഡത്തിന് അഭിനന്ദനങ്ങൾ കേട്ടോ, മകളുടെ. താങ്ക് യു സർ, താങ്ക് യു. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ്. പരിപാടി നടക്കട്ടെ. സാറ് കുട്ടികളോട് രണ്ടു വാക്ക്. സാർ സംസാരിക്കൂ, സാർ സംസാരിക്കൂ. എന്തായാലും ഇവരെല്ലാവർക്കും ഇതൊരു അവസരം കിട്ടിയത് തന്നെ വലിയൊരു കാര്യമാണ്. നമുക്കുള്ളൊരു എന്താ പറയുക, ഒരു കൺഫ്യൂഷനൊക്കെ മാറ്റിക്കിട്ടാൻ ഇതുപോലത്തെ സെഷൻ ഉപകരിക്കും. നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോഴത്തെ BSc-ക്കൊക്കെ 4 year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം തുടങ്ങുകയാണ്. അപ്പോൾ ഒരുപാട് എലക്റ്റീവ്സ് എടുക്കാനുള്ള സൗകര്യങ്ങൾ. ഇവര് സ്കൂൾ പഠിക്കുന്ന കുട്ടികളാണോ? ഇവിടെ ഫൈനൽ ഇയർ BSc സ്റ്റുഡൻസ് ആണ്. അടുത്ത ജാം ഒക്കെ എഴുതാനുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കുക. ഞാൻ ഈയിടെ കുറച്ച് സ്ഥലങ്ങളിൽ ഈ മെറിറ്റ് ഡേയിന് പോയപ്പോൾ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഒരു ലോക്കൽ പ്രതിഭയിൽ നിന്നും ഒരു ഗ്ലോബൽ പ്രതിഭയിലേക്ക് പോകാനുള്ളൊരു ശ്രമം നമ്മൾ നടത്തണം. ഓരോ കോളേജിലും ടോപ്പറായിരിക്കും. ഇപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ടോപ്പർ അല്ലെങ്കിൽ തിരൂർ കോളേജിലെ ടോപ്പർ, അവരൊക്കെ ആ ടോപ്പർമാരുടെ സംഘം ഉണ്ടാവും. അല്ലെങ്കിൽ ഈ ടോപ്പർമാരെക്കാട്ടിലും ടോപ്പർ ആവാനുള്ളൊരു അവസരം. അതിനിപ്പോൾ ഒരുപാട് അവസരങ്ങളുണ്ട്. കാരണം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് പഠിക്കാൻ. വിനോദിൻ്റെ ഒക്കെ ഈ ശ്രമങ്ങൾ വളരെ നല്ലതാണ്. കാരണം കുട്ടികൾക്ക് ഒരു എക്സ്പോഷർ ഉണ്ടാവുമല്ലോ. അത് ഇപ്പം ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് എവിടെയൊക്കെ എന്തൊക്കെ കോഴ്സുകളുള്ളതെന്നൊന്നും അറിയില്ലായിരുന്നു. ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വന്നപ്പോൾ എൻ്റെ നാട്ടുകാരൊക്കെ ചോദിച്ചത് മഹാരാജാസ് കോളേജിലാണോ പഠിക്കാൻ പോകണമെന്നാണ്. കാരണം കൊച്ചിൻ യൂണിവേഴ്സിറ്റി അന്നുണ്ടായിരുന്നെങ്കിലും ആൾക്കാർക്ക് ആർക്കും അറിയാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പഠിച്ച് നല്ല നിലയിൽ എത്താനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു വിജയകുമാർ സാർ. അജിത മാഡം കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു സാർ. സാറ് പറഞ്ഞ ശരിയാണ്. ഏതൊക്കെ സ്ഥാപനത്തിലാണോ നമുക്ക് ചേരാൻ സാധിക്കുന്നത്, ഏതൊക്കെ സാധ്യതകളാണോ നമുക്ക് മുന്നിലുള്ളത് എന്ന് ശരിക്കും മനസ്സിലായത് ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ്. അല്ലെങ്കിൽ എന്താ, മാത്സിനോട് ഇഷ്ടമുള്ള കുട്ടി BSc-ക്ക് ചേർന്നു. BSc കഴിഞ്ഞാൽ MSc ഭയങ്കര ടഫാന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാലും പഠിക്കും, ആ ഒരു ധൈര്യത്തിൽ അങ്ങനെയുള്ള ഒരു ധാരണയാണ് ഉണ്ടായിരുന്നത് BSc-ക്ക് ചേർക്കുന്ന സമയത്ത്. പിന്നെയാണ് എവിടെയൊക്കെ എത്താൻ പറ്റും, ഏതൊക്കെ സാധ്യതകളാണ് മുന്നിലുള്ളത് എന്ന് മനസ്സിലായത്. വിജയകുമാർ സാറിനോട് ഞാൻ എൻ്റെ പ്രത്യേക കടപ്പാട് അറിയിക്കുന്നു. നിങ്ങളുടെയൊക്കെ ഒരു അനുഗ്രഹമാണ് അവള് ഇപ്പൊ എവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പിന്നിലുള്ളത് ഗുരുക്കന്മാരുടെ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് തുടങ്ങാം. നമുക്ക്
കുറച്ച് ഇന്ററാക്റ്റീവ് ആവാം. നിങ്ങളങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്തിരുന്നോളൂ. ഞാൻ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചോദിക്കും. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ഡിസ്കഷനിൽ പങ്കെടുക്കാം. അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലിടാം. ഓക്കെ, റെഡിയല്ലേ? ഇതിൽ ചെസ്സ് കളിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? എല്ലാവരും മാത്സിലും മിടുക്കരായിട്ടുള്ള കുട്ടികളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെന്നറിയാം. ചെസ്സിൽ താല്പര്യമുള്ള ചെസ് കളിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ചെസ് ഇഷ്ടമുള്ളവർ, ചെസ് കളിക്കുന്നവർ, അല്ലെങ്കിൽ ചെസ് അറിയാവുന്നവരായാലും മതി. വെരി ഗുഡ്. പേരെന്താ? ശ്യാം. ശ്യാമ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഞാൻ ശ്യാമോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ചെസ് ബോർഡില് പ്രധാനമായിട്ടും എത്ര തരം കരുക്കളാണ് ഉള്ളതെന്ന് പറയാൻ പറ്റുമോ? എത്ര തരം? എത്ര കരുക്കൾ എന്നല്ല, എത്ര തരം? ഏതൊക്കെ ഫീസ് ആണെന്നാണോ അതോ അതിന്റെ? അല്ല, ഏതൊക്കെ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള കരുക്കളാണ് ചെസ് ബോർഡിലുള്ളത്. അത് ഏതൊക്കെയാന്ന് അറിയാൻ പറ്റുമോ? അല്ലെങ്കിൽ കരുക്കൾ ഏതൊക്കെയാന്ന് പറയും. കരുക്കൾ പറഞ്ഞോളൂ. നമ്മളെ കാലാളുണ്ട്, തേര്, കുതിര, വെരി ഗുഡ്. ആന, മന്ത്രി, രാജാവ്. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു ശ്യാമ. ഓക്കെ, ചെസ് ബോർഡിൽ അതിൽ പ്രധാനമായിട്ടും ശ്യാമ പറഞ്ഞ വളരെ കറക്റ്റാണ്. പക്ഷെ ആ കരുക്കളെ 3ആയിട്ട് തരംതിരിക്കാം. അതിൽ ആദ്യത്തെ, ഓക്കെ മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ ശ്യാമ, ഞാൻ ചോദിക്കാം എന്തെങ്കിലും. ആദ്യത്തെ കരുക്കളാണ് പവർ സിംബൽസ്. പവർ സിംബൽസ് ആണ് പോരാളികളാണ് അവർ. എന്നുവെച്ചാൽ കളിക്കളത്തിൽ അങ്ങോട്ട് ഇറങ്ങിയിട്ടാണ് അവരുടെ കളി. അപ്പോൾ 3 തരം കരുക്കളാണ് ഈ വിഭാഗത്തിൽ പെടുന്നത്. അത് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ ശ്യാമ? ഇറങ്ങി കളിക്കുന്നവർ, കളിക്കളത്തിൽ ഇറങ്ങി കളിക്കുന്നവർ, പടവെട്ടാൻ റെഡി ആയിട്ടുള്ള. വെരി ഗുഡ്, വെരി ഗുഡ്. ആന, കുതിര, തേര്. ഓക്കെ, വെരി ഗുഡ്. ശക്തിയുടെ സിമ്പലായിട്ടാണ് നമ്മളെ ഇവരെ കണക്കാക്കുന്നത്. പക്ഷെ ഇവർക്കൊരു പ്രശ്നമുണ്ട്. അവരെങ്ങനെയാണോ കളിക്കളത്തിൽ ഇറങ്ങുന്നത് അതുപോലെ തന്നെ കളിയിൽ പങ്കെടുക്കുന്നു. കളി കഴിയുമ്പോഴും അവർക്ക് ഒരേ ഐഡന്റിറ്റി മാത്രമേ ഉള്ളൂ. വേറൊരു തരത്തിൽ പറഞ്ഞാൽ പ്രകൃതിയിലെ ലോവസ്റ്റ് ഫോം ഓഫ് ക്രിയേഷൻസ് ആയ മൃഗങ്ങളെ പോലെയാണ്. മൃഗങ്ങൾ നമ്മളെയൊക്കെ ശക്തരാണ് അല്ലേ, ഭയങ്കര ശക്തരാണ്. പക്ഷെ അവരെങ്ങനെയാണോ ജനിക്കുന്നത് അതുപോലെ തന്നെ ജീവിക്കുന്നു, അതുപോലെ തന്നെ മരിക്കുന്നു. അവരുടെ ഐഡന്റിറ്റിക്ക് ഒരു മാറ്റവും വരുന്നില്ല. രണ്ടാമത്തെ തരം കരുക്കളാണ് മഹത്വത്തിന്റെ സിമ്പൽ, സിമ്പൽ ഓഫ് ഗ്രേറ്റ്നസ്. അതാണ് രാജാവും രാജ്ഞിയും. രാജകുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് രാജാവായി, രാജാവിനെ കല്യാണം കഴിച്ചതുകൊണ്ട് രാജ്ഞിക്കും വന്നു മഹത്വം. ഷേക്സ്പിയറിന്റെ ഒരു ചൊല്ലുണ്ട്, സം ആർ ബോൺ ഗ്രേറ്റ്, ഈ രാജാവിനെ പറഞ്ഞ പോലെ, ആൻഡ് സം ഹാവ് ഗ്രേറ്റ്നസ് ത്രസ്റ്റ് അപ്പോൺ ദം. ചിലരുടെ തലയിൽ വീഴും, ചിലരുടെ മേലങ്ങ് ചേരും ചില സമയത്ത്. വേറൊരു വിഭാഗമുണ്ട്, സം അച്ചീവ് ഗ്രേറ്റ്നസ്. ഇനി ഞാനിപ്പോൾ പറഞ്ഞതല്ലാതെ 3ാമത്തെ തരം കരുക്കളാണ് കാലാൾപ്പട. അതാണ് ഷേക്സ്പിയറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദ പീപ്പിൾ ഹു അച്ചീവ് ഗ്രേറ്റ്നസ്. എപ്പോഴും നമ്മൾ ഒരു വിലയില്ലാതെ അങ്ങോട്ട് വെച്ചു കൊടുക്കും. വെട്ടിക്കോട്ടെ വെട്ടിക്കോട്ടെ, ആളല്ലേ പോട്ടെ, കാലാളല്ലേ പോട്ടെ, നമ്മളിങ്ങനെ വെച്ചു കൊടുക്കും, മുന്നോട്ടങ്ങോട്ട് വെച്ചെറിഞ്ഞു കൊടുക്കും, ഒരു വിലയും കൽപ്പിക്കാതെ. പക്ഷേ ഈ കാലാളിനൊരു പ്രത്യേകതയുണ്ട്. ദേ ആർ ജസ്റ്റ് 6 moves away from greatness. Just 6 steps away from greatness. എന്ന് വെച്ചാൽ എന്താണ്? ശ്യാമയ്ക്ക് പറയാൻ പറ്റുമോ എന്താണ് അതിന്റെ, അതുകൊണ്ട് ഞാൻ അർത്ഥമാക്കിയതെന്ന്? അത് നമ്മളിപ്പം ഇപ്പോ വൈറ്റിന്റെ കരുക്കളാണെങ്കിൽ അത് 8ാമത്തെ റാങ്കിൽ പോയാലും നമുക്ക് ഇഷ്ടമുള്ള കരുവാക്കി അതിനെ എടുക്കാൻ പറ്റും. നമുക്ക് മന്ത്രിനെ വേണമെങ്കിൽ അതിനെ മന്ത്രിയാക്കാം, തേരാണെങ്കിൽ തേരാക്കാം, അങ്ങനെ ഇഷ്ടമുള്ള. ഓക്കെ ഓക്കെ, 6 എന്ന് വെച്ചാൽ നിൽക്കുന്ന പൊസിഷനിൽ 6 ആദ്യത്തെ നീക്കം ഡബിൾ ആയിട്ട് നീക്കാൻ പറ്റില്ല. അപ്പൊ 6 നീക്കങ്ങൾ കൊണ്ട് അതിന് ഒരു രാജ്ഞിയാവാൻ പറ്റും അല്ലേ? ഇതിലെ കാലാൾ സിംപലൈസ് ചെയ്യുന്നത് നമ്മൾ മനുഷ്യരെയാണ്. നമ്മൾ എങ്ങനെ ജനിച്ചു, നമുക്ക് എന്തൊക്കെയുണ്ട്, അതൊന്നുമല്ല നമ്മൾ എവിടെ എത്തുന്നു എന്ന് തീരുമാനിക്കുന്നു. ശരിയല്ലേ? എങ്ങനെ ജനിക്കുന്നു എന്നുള്ളത് നമ്മുടെ തെറ്റല്ല. പക്ഷെ എങ്ങനെ ജീവിക്കണം, എങ്ങനെ മരിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്.
അപ്പോൾ മനസ്സൊക്കെ പതറിപ്പോകുന്ന സമയത്ത് ഈ ചെസ്സിന്റെ കഥയൊന്ന് ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും മനസ്സിൽ ഒരു വിഷമം വരുന്ന സമയത്ത്, കോൺഫിഡൻസ് പോവും എന്ന സമയത്ത് മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക. യു ആർ ജസ്റ്റ് എ ഫ്യൂ സ്റ്റെപ്സ് അവേ ഫ്രം ഗ്രേറ്റ്നെസ്. ചിലപ്പോൾ ഒരു നിരക്ഷരായിട്ടുള്ള പാരൻസിന്, രക്ഷിതാക്കൾക്ക് ജനിച്ചിട്ടുള്ള ഒരു കുട്ടിയായിരിക്കാം പിന്നീട് ഒരു പണ്ഡിതൻ തന്നെയായി മാറുന്നത്. കുട്ടിക്കാലത്ത് മിസ്ഫിറ്റായി നടക്കുന്നത്, വെച്ചാൽ എവിടെയും കൂടാതെ ആരോടും ചേരാതെ നടക്കുന്ന ഒരു കുട്ടിയായിരിക്കാം വളർന്നു വലുതായി ആൾക്കാരെ ത്രസിപ്പിക്കുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കറായി മാറുന്നത്. ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാത്ത തികച്ചും ദരിദ്രരായ മാതാപിതാക്കൾക്ക് ജനിച്ചൊരു കുഞ്ഞായിരിക്കാം ഭാവിയിൽ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തന്നെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇത്ര ആലോചിക്കുക, നമ്മൾ ഇന്നലെ എന്തായിരുന്നു, എങ്ങനെ ജനിച്ചു, ഏത് കുടുംബത്തിൽ ജനിച്ചു, എന്തൊക്കെയാണ് നമ്മുടെ ഐഡന്റിറ്റി, അതൊന്നുമല്ല നമ്മൾ എവിടെ എത്തും എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ കാലാളിന്റെ കഥ മനസ്സിൽ ആലോചിച്ചിരുന്നത്. ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ ഇവിടെ ഈ മാത്സ് ആസ്പിറൻസ് ഗ്രൂപ്പിൽ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം വെറുതെ ഒരു സാധാരണ കോളേജിൽ BSc കഴിഞ്ഞ സാധാരണ ഒരു കോളേജിൽ MScക്ക് അഡ്മിഷൻ നേടുക എന്നുള്ളതല്ല. പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ നേടാനുള്ള JAM ജോയിന്റ് അഡ്മിഷൻ എക്സാം പാസ്സാവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത് അതിലൊട്ടും കുറയാൻ പാടില്ല. അത് തന്നെയാണ് നിങ്ങളുടെ സ്വപ്നം. അതിനാദ്യം വേണ്ടത്, സ്വപ്നം എത്ര വലുതായിക്കോട്ടെ, IIT, IISc, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ നിങ്ങൾ സ്വപ്നം കാണുന്നത്, എത്ര വലുതായിക്കോട്ടെ, ആദ്യം വേണ്ടത് അത് നമുക്ക് കിട്ടും എന്നുള്ള ഒരു വിശ്വാസമാണ്. ഏതൊരു കാര്യം എടുത്താലും അത് നമുക്കുള്ളതാണ് എന്ന് വിശ്വസിക്കാത്തിടത്തോളം കാലം ഇത് നമ്മുടേതായി മാറുന്നില്ല. അപ്പോൾ ആദ്യം വേണ്ടത് ആ വിശ്വാസം. എനിക്കത് നേടിയെടുക്കാൻ കഴിയും. IIT അല്ലെങ്കിൽ IISc, ISI, CMI ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊന്നും എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ദൂരത്തല്ല എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളിൽ ഉണ്ടാവണം. അതിന് ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമുക്ക് എപ്പോഴും പറ്റുന്ന എന്താണ്, ഒരു എക്സാമിന് പോകുമ്പോഴും, ഇപ്പൊ JAMനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് ആ എക്സാമിന്റെ സിലബസും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇതൊന്നും എനിക്ക് പറ്റുന്നുണ്ടാവില്ല, ഇത് ഞാൻ ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവും. നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നു, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ദിവസം ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുപോകുന്നുണ്ട്, ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ എത്തുന്നില്ലെങ്കിൽ അതിനൊരു കാരണം, നമ്മൾ മനസ്സിൽ കാണുന്നത്, നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അത് കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ സാധാരണത്തെ ഒരു എക്സാമിന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കൂ. ഒരു എക്സാമിന്റെ കാര്യം, എക്സാമിന് നിങ്ങൾ പഠിക്കുന്നുണ്ട്, അത് കിട്ടിയാൽ എന്താവും, എനിക്ക് ഇത്ര മാർക്ക് സ്കോർ ചെയ്താൽ എത്രയാവും, 100 out of 100 ഞാൻ സ്കോർ ചെയ്താൽ എത്രയാവും എന്നല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. എക്സാമിന് പോകുമ്പോഴും എനിക്കത് കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും, ഞാനതിന് മാർക്ക് കുറഞ്ഞാൽ എന്തായിരിക്കും, എനിക്ക് എൻ്റെ ഗ്രേഡ് ഔട്ട്സ്റ്റാൻഡിങ്ങിന് താഴേക്ക് പോയാൽ എന്തായിരിക്കും, അല്ലെങ്കിൽ A+ കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും. ആ ലവ് ഓഫ് ഡിസയർ ഫോർ ഗെയിൻ, അതിനേക്കാൾ കൂടുതലുള്ളത് ലോസ് ഓഫ് ഫെയിലിയർ. നമുക്കത് നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും, ഏതൊരു കാര്യം എടുത്താലും. അപ്പോൾ അത് ഞാൻ ജനറലായിട്ട് പറയുകയാണെങ്കിൽ, ഒരു നീറ്റ് എക്സാം എഴുതുന്ന കുട്ടിക്ക് നീറ്റ് ഇത്തവണ കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും എന്നാണ് കൂടുതൽ സമയം ആലോചിക്കുന്നത്. അത് കിട്ടിയാൽ ഏത് കോളേജിൽ ചേരണം എന്നുള്ളതല്ല മനസ്സിൽ വരുന്നത്. അവിടെയാണ് നമ്മുടെ ഫോക്കസ് എന്ന വാക്കിൻ്റെ സിഗ്നിഫിക്കൻസ്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണോ നമുക്ക് വേണ്ടത് അതിലേക്കാണ്, അല്ലാതെ എന്താണ് എനിക്ക് എഗെയിൻസ്റ്റ് എന്നുള്ളതല്ല, അതിന് എഗെയിൻസ്റ്റ് എന്നുള്ളതിലല്ല. അപ്പോൾ വാട്ട് ഇഫ് ഒരു എക്സാമിന് പോകുമ്പോൾ, സാധാരണ ഒരു എക്സാം, സെമസ്റ്റർ എക്സാം ആണെങ്കിൽ പോലും, വാട്ട് ഇഫ് ഞാൻ കുറേ പോർഷൻ പഠിക്കാതെ വിട്ടിട്ടുണ്ട്, അതിൽ നിന്ന് ചോദ്യം വന്നാൽ എന്തായിരിക്കും. പിന്നെ മാത്സിന് പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് കെയർലെസ് മിസ്റ്റേക്സ്, അല്ലേ? കുട്ടികൾക്ക് പൊതുവെ, ഞാൻ ഫിസിക്സ് ടീച്ചറാണ് ബേസിക്കലി. അപ്പോൾ മാത്സ്, ന്യൂമറിക്കൽസ് ഒക്കെ ഫിസിക്സിന്റെ ഒരു പാർട്ട് തന്നെയാണല്ലോ. നന്നായി പഠിക്കുന്ന കുട്ടികൾ പോലും ആ ന്യൂമറിക്കൽസ് ചെയ്യുന്ന സമയത്ത്, ഞാൻ ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ റൗണ്ട് അടിക്കും, ന്യൂമറിക്കൽസ് ചെയ്യുന്ന സമയത്ത് കാൽക്കുലേഷൻ്റെ അവിടെ എത്തുന്ന സമയത്ത് അവരങ്ങോട്ട് അവിടെ സ്റ്റക്കാവും. ഞാൻ ചിലപ്പോൾ അടുത്തിരിക്കുന്നത് നിസ്സാര തെറ്റുകൾ കാണുമ്പോൾ മണ്ടയ്ക്ക് ഒരു കൊട്ടപ്പ് കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ അടുത്ത് ചെന്നാൽ അവിടെ സ്റ്റക്കാവും. അവർക്ക് സംശയമാണ് എങ്ങനെയാണ് ഡെസിമൽ നമ്പേഴ്സിന്റെ കാൽക്കുലേഷനൊക്കെ വന്നാൽ. പ്രധാനമായിട്ടൊരു കാര്യം ഇപ്പോൾ എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ, ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇങ്ങനെ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആയിരുന്നു. ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ ചൊല്ലി പഠിച്ചിട്ട് എനിക്കൊക്കെ അറിയാം, അച്ഛനൊക്കെ അതിൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു.
രാത്രി ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അത് 10 വരെയും ചൊല്ലിയാൽ പോരാ. 16 16 256 അത് ചൊല്ലണം. എന്നാൽ കഴിഞ്ഞു ചോദിച്ചാൽ 16 16 256 ചൊല്ലുമ്പോൾ ഉള്ള ഒരു ദീർഘനിശ്വാസമുണ്ട്. പക്ഷെ അപ്പോഴും കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് വേറെ തുറക്കും. 1 കാൽ കാൽ 2 കാൽ അര 3 കാൽ 3 കാൽ 4 കാൽ 1 അങ്ങനെ തുടങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് 1 അര അര 2 അര 1 3 അര 1 അര അങ്ങനെ അരയുടെ പിന്നെ 1 മുക്കാൽ 2 മുക്കാൽ 1 1/2 3 മുക്കാൽ 2 4 മുക്കാൽ 3 അങ്ങനെ. അപ്പൊ ഈ ഫ്രാക്ഷൻസിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരെ നമ്മളെ കൊണ്ട് പറയിച്ചു. അതുകൊണ്ട് എന്താ ഇപ്പൊ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ സാധാരണ എനിക്ക് കാൽക്കുലേറ്റർ എടുത്തിട്ട് ഒരു കാൽക്കുലേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. എന്നുവെച്ചാൽ അതൊക്കെ നമ്മുടെ മനസ്സിൽ വരും. പക്ഷെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ അവരത് ആ പ്രാക്ടീസ് ഇല്ല, അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ 10th കഴിഞ്ഞാൽ ഇപ്പോൾ +1 +2 കാൽക്കുലേറ്റർ അലൗഡ് ആണ്. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തും കാൽക്കുലേറ്റർ അലൗഡ് ആണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. നമ്മുടെ ഫിംഗർ ടിപ്പിൽ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ ബ്രെയിനിൽ ഇതാക്കുന്നത് എന്നുള്ളൊരു ഇതാണ്. ആയിരിക്കാം, നമുക്ക് കാലത്തിൻ്റെ അതിനനുസരിച്ച് പോകണമല്ലോ. എന്ത് തന്നെയായാലും അപ്പോൾ ഈ കെയർലെസ് മിസ്റ്റേക്സ് എന്ന് പറയുന്നത് മാത്സിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ എക്സാമിന് പോകുന്ന സമയത്ത് കെയർലെസ് മിസ്റ്റേക്ക് വരുത്തിയാൽ എന്ത് ഉണ്ടാവും? അപ്പോൾ വാട്ട് ഇഫ് ഇങ്ങനെയുള്ള കുറേ 100 കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ. അതിന് പകരം ആക്കുക. ഇത്തവണ എനിക്ക് വളരെ കൃത്യമായി തന്നെ എല്ലാം എഴുതാൻ സാധിക്കും. ഇത്തവണ ഞാൻ പഠിച്ചതെന്ന് മാത്രമേ ചോദ്യം വരുള്ളൂ. ആ ഒരു വിചാരം എന്ന് വെച്ച് ഒരു ബുക്കിന്റെ പോർഷന്റെ 10% മാത്രം പഠിച്ചിട്ട് ഞാൻ പഠിച്ചതെന്ന് തന്നെയേ വരുള്ളൂ അങ്ങനെ വിചാരിച്ച് ഇരിക്കുന്നതല്ല. അത് ശരിയല്ല. ഒരു 80% പഠിച്ചു കഴിഞ്ഞ് 20% അവിടെ ഇട്ടു, നമുക്ക് അവിടെ എത്താൻ പറ്റിയില്ല. അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ 80%-ൽ നിങ്ങൾ വിശ്വസിക്കുക, അതിൽ നിന്നേ ചോദ്യം വരുള്ളൂ എന്ന് വിശ്വസിക്കുക. തീർച്ചയായിട്ടും അതിൽ നിന്നേ വന്നിരിക്കും. ഇങ്ങനെയുള്ള നമ്മുടെ ലൈഫിലെ ഏത് കാര്യം എടുത്താലും പ്ലീസ് കൾട്ടിവേറ്റ് സച്ച് എ ഹാബിറ്റ്. പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പ്രോബ്ലത്തിനെയാണ്. ആ പ്രോബ്ലത്തിനെ ഫോക്കസ് ചെയ്യാതെ സൊല്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യാൻ പഠിച്ചേ മതിയാവൂ. അത് ജീവിതത്തിലെ കാര്യങ്ങളായാലും ശരി, കണക്കിലെ പ്രശ്നങ്ങളായാലും ശരി, നമ്മുടെ മുന്നിലുള്ളത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സൊല്യൂഷൻസിലായിരിക്കും. ഇപ്പോൾ ഹൈ സ്പീഡ് ഡ്രൈവിങ്ങിലുള്ള ആൾക്കാരുണ്ടല്ലേ, അവരെവിടെയും വണ്ടി തട്ടാതെയാണ് കൊണ്ടുപോവുക. അവർ ഫോക്കസ് ചെയ്യുന്നത് എന്താ? ആ എതിരെ വരുന്ന വാഹനങ്ങൾ എത്രയുണ്ടെന്നോ അല്ലെങ്കിൽ പുറകിൽ നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ടോ അതിലേക്കല്ല അവരുടെ ഫോക്കസ്. ആ വാഹനങ്ങൾക്കിടയിലുള്ള ഗ്യാപ്പിനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് എങ്ങാനും ഓപ്പോസിറ്റ് വരുന്ന വാഹനം ഏതാണ്, അത് ഏതാണ്, എവിടുത്തെ രജിസ്ട്രേഷൻ ആണ്, ഒരു നിമിഷം ശ്രദ്ധിച്ചാൽ മതി, അതിലേക്ക് ശ്രദ്ധ പോയാൽ മതി, വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി ചാർത്തും. അപ്പം അതാ പറഞ്ഞത്, ഫോക്കസ് ചെയ്യേണ്ടത് സൊല്യൂഷനിലേക്കാണ്. ഏതിലൂടെയാണ് പോകേണ്ടത് അതിലേക്ക് ഫോക്കസ് ചെയ്യാം. ഇനി പോസിറ്റീവ് തിങ്കിങ് എന്നല്ല എപ്പോഴും പറയാറുണ്ട്. ഓപ്റ്റിമിസ്റ്റിക് തിങ്ക് പറയാൻ നല്ല എളുപ്പമാണ്, തള്ളി മറിക്കാൻ എളുപ്പമാണ്. പൊതുവെ ട്രെയിനേഴ്സ് വന്നിട്ട് തള്ളി പോസിറ്റീവ് തിങ്കിങ്, ഡെവലപ്പ് പോസിറ്റീവ് തിങ്കിങ് ആറ്റിറ്റ്യൂഡ്. പക്ഷേ അതൊരു വാസ്തവമാണ് മക്കളെ. നമ്മൾ ആ ഓപ്റ്റിമിസ്റ്റിക് തിങ്കിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഏതൊരു പ്രശ്നം എടുത്താലും. ഇപ്പോൾ പൊതുവെ എപ്പോഴും പറഞ്ഞു എല്ലാവർക്കും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും അല്ലേ? എല്ലാവർക്കും ചിലപ്പോഴൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വി വിൽ തിങ്ക് പോസിറ്റീവ്. പക്ഷേ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ അല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ അപ്പോഴാണ് നെഗറ്റീവ് തിങ്കിങ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അത് എല്ലാവർക്കും, നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും ഉണ്ടാവും, അതുപോലെ എല്ലാവർക്കും ഉള്ളൊരു ഹാബിറ്റാണ്. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോവാതിരിക്കുമ്പോൾ മനസ്സ് സ്വാഭാവികമായും നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് വഴുതി വീഴും. ആദ്യം ഒരു തിങ്കിങ് വരും, പിന്നെ ഒരു ചൊല്ലുണ്ട്, ലൈക്ക് ബെഗറ്റ്സ് ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. എന്ന് വെച്ചാൽ ആ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലൊരു നെഗറ്റീവ് തിങ്കിങ് ഉണ്ടെങ്കിൽ അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള കൂടുതൽ നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കൂടുതൽ നെഗറ്റീവ് ചിന്തകൾ തരുന്ന ആൾക്കാരുമായിട്ട് നമ്മളിങ്ങനെ ഇടപഴകിക്കൊണ്ടിരിക്കും. അവസാനം ഒരു നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺ തന്നെയായി അത് രൂപപ്പെടും. അപ്പോഴാണ് നമ്മൾ എവിടെയും വിചാരിച്ചെടുത്ത് എത്താത്തത്. നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് മുഴുവൻ പോകും. എനിക്ക് പറ്റില്ല, ജാമൊന്നും വേണ്ട, അതൊന്നും ശരിയാവില്ല, എനിക്ക് സാധാരണ വല്ല കോളേജിലും ഇല്ല, അതല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വല്ല PSC LDCയുടെ റാങ്ക് ലിസ്റ്റിൽ കയറും, അങ്ങനെയുള്ള ഒരു ചിന്തകളൊക്കെ അങ്ങോട്ട് വന്നു തുടങ്ങും. അപ്പോൾ അതിന് നിങ്ങൾ ആ ഒരു ചിന്താരീതി നിങ്ങൾ മാറ്റിയെടുത്തേ പറ്റൂ. എങ്ങനെയാണ് ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നത്? പ്രശ്നങ്ങൾക്കിടയിലും എല്ലാവർക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലും സന്തോഷമുണ്ടായിട്ടുള്ള ഒരു പീരിയഡ് ഉണ്ടാവുമല്ലോ, സന്തോഷം നിറഞ്ഞ
അനുഭവങ്ങൾ, നമ്മൾ എപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ചില അനുഭവങ്ങളായിരിക്കാം, കോളേജിൽ പഠിച്ചതായിരിക്കാം, സ്കൂളിൽ പഠിച്ചതായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ളതായിരിക്കാം. നമ്മൾ എപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ചില വ്യക്തികളും അല്ലെങ്കിൽ ചില അനുഭവങ്ങളും, ഒരു ഗ്ലോറിയസ് പാസ്റ്റ്. അതിലെ കുറച്ച് ചിത്രങ്ങൾ നിങ്ങളുടെ ആ ഫയലിൽ, ആ ബ്രെയിനിൻ്റെ ആ ഫയലിൽ ഇങ്ങനെ ഫീഡ് ചെയ്ത് വെക്കണം, ആ ഗാലറിയിൽ ഇങ്ങനെ ഫീഡ് ചെയ്ത് വെക്കണം, റെഡി ആയിട്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് അതിനെപ്പറ്റി എന്നും കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ട, നിങ്ങൾ ഏറ്റവും അധികം ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് ഒന്ന് ആലോചിക്കുക. ഞാനൊന്ന് ചോദിക്കട്ടെ, ആരെങ്കിലും ഒരാൾ പറയൂ, നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരനുഭവം ആർക്കെങ്കിലും പങ്കുവയ്ക്കാൻ പറ്റുമോ? +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയതായിരിക്കാം, അല്ലെങ്കിൽ കോളേജിൽ എന്തെങ്കിലും അപ്രീസിയേഷൻ കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ എന്തെങ്കിലും അപ്രീസിയേഷൻ കിട്ടിയതായിരിക്കാം. ഏറ്റവും പ്രിയപ്പെട്ട ഒരു മുഹൂർത്തം ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വെച്ച് പറയാൻ പറ്റുമോ? മാം, യെസ്. സോ ഏറ്റവും സന്തോഷമുള്ളതാണോ അറിയില്ല, ബട്ട് ഐ നോ ദാറ്റ് ഈ ഒരു നിമിഷത്തിൽ എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. സോ ഐ തിങ്ക് അറൌണ്ട് 2 or 3 weeks ago ഞാൻ MTTS-ന്റെ ക്യാമ്പ് അറ്റൻഡ് ചെയ്തതായിരുന്നു മുംബൈയില്. ആൻഡ് ബ്രേക്ക് ടൈം ആയിരുന്നു. ഐ വാസ് വെരി സ്ലീപ്പി. കാരണം അവിടെ ഒരു വളരെ ഹെക്ടിക് ഷെഡ്യൂൾ ആയതുകൊണ്ട് റെസ്റ്റ് കുറവായിരുന്നു. സോ നല്ല ഉറക്കവും ഒക്കെ വന്ന് ബ്രേക്കിൽ കിടക്കായിരുന്നു. ഒരു മെയില് വന്നു, IIT പാലക്കാട് കണ്ടക്ട് ചെയ്യുന്ന ക്യാമ്പിൽ സെലക്ട് ആയി എന്ന്. സോ ആ ഒരു നിമിഷത്തില് ഉറക്കമൊക്കെ പോയി, പുറത്തു പോയി ഐ വാസ് സ്ക്രീനിങ് വിത്ത് അനദർ ഫ്രണ്ട്. അങ്ങനൊക്കെ വളരെ ഹാപ്പി മൊമെന്റ്സ് ആയിരുന്നു. ഇപ്പോഴും ഫ്രണ്ട്സ് കളിയാക്കാറുണ്ട്, നീ നിലവിളിച്ചതല്ലേ എന്ന്. Great, great. Your good name, please? കീർത്തന മാം. Kirtana, from which college? TSG College of Arts and Science, Coimbatore. Wow, very good. Thank you ma'am. Thank you, Kirtana. കീർത്തന പറഞ്ഞ നല്ലതാണ്. MTTS IIT നടത്തുന്ന MTTS പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വളരെ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പം അതിലൊക്കെ പങ്കെടുക്കാൻ പറ്റുക, അതുപോലെ IIT-യിൽ നടത്തുന്ന IIT പാലക്കാട് നടത്തുന്ന ക്യാമ്പിലും പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ അത് വളരെ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. എനിവേ, ആ ഒരു മൊമെന്റ്, അതിൻ്റെ ഒരു പിക്ചർ എപ്പോഴും മനസ്സിലുണ്ടാവണം. അതുപോലെ ഇപ്പോൾ കീർത്തന ഒന്ന് പറഞ്ഞു, അതുപോലെ എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലും ഒരു നല്ല മൊമെന്റ്. നമ്മൾ അതിനെപ്പറ്റി അന്ന് ശ്രദ്ധിക്കില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സെലിബ്രേഷൻ കഴിയുമ്പോഴേക്കും അടുത്തത്, അത് കഴിയുമ്പോഴേക്കും ഇത്, മറ്റതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ബാക്കിൽ ഇങ്ങനെ വെക്കും അല്ലേ. കുറെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിലെ ഫയൽ അങ്ങനെ എക്സസ് ആകുമ്പോൾ നമ്മൾ അതിനെ കൊണ്ടുപോയിട്ട് റീസൈക്കിൾ ബിന്നിലേക്ക് തട്ടും. കുറെ കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് പോകും, അതിനെ ശ്രദ്ധിച്ച്. പക്ഷെ അതിനിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർത്ത് എടുക്കുക, യാത്ര പോകുമ്പോഴാവാം, അതല്ലെന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പാവാം. അപ്പൊ അങ്ങനെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതുപോലെ മനസ്സ് നമ്മൾ വിചാരിച്ച സ്ഥലത്ത് നിൽക്കാതെ വരുമ്പോൾ, ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ, വളരെ മനസ്സ് പതറിപ്പോകുന്നുണ്ടെന്ന് തോന്നുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചിത്രങ്ങളെ പറ്റി കുറച്ച് നേരം ആലോചിച്ച് നോക്കുക. അതൊരു ആങ്കറിങ്, NLP-യിലെ ഒരു ആങ്കറിങ് ഉള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ എന്തൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് ആങ്കർ ചെയ്യാൻ, മനസ്സിനെ ആങ്കർ ചെയ്ത് നിർത്താൻ നമ്മുടെ മനസ്സിൽ നല്ല പോസിറ്റീവ് ഇമേജസ് ഉണ്ടാവണം. അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യണം. 5 മിനിറ്റേ വേണ്ടൂ നിങ്ങളുടെ ആ സുന്ദര നിമിഷങ്ങളെ, ആ ഫ്രെയിമിലാക്കാനും അതിലേക്ക് കുറച്ചു നേരം അതിനെ പറ്റി ആലോചിച്ചിരിക്കുക. ഇനി അപ്പോൾ ഈ ഒരു ടെക്നിക്ക് വഴി നമുക്ക് പോസിറ്റീവ് തിങ്കിങ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇനി എനിക്ക് പറയാനുള്ളത്, എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ആ സബ് കോൺഷ്യസ്, നമുക്ക് പറയാറുണ്ട് മനസ്സിൻ്റെ പ്രധാനമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തലമാണ് സബ് കോൺഷ്യസ് മൈൻഡ്. അതിനെ എങ്ങനെ നമുക്ക് പവർഫുൾ ആക്കാം? ഒരു വ്യക്തി എന്തൊക്കെയാണോ ചെയ്യുന്നത്, ഒരു വ്യക്തി എവിടെ എത്തുന്നു തീരുമാനിക്കുന്നത് അതിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡാണ്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു തലമാണ്, മനസ്സിൻ്റെ തലമാണ് സബ് കോൺഷ്യസ് മൈൻഡ്. എങ്ങനെ നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സ്ട്രെങ്തൻ ചെയ്യാം? ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ നിങ്ങളോട് വിനോദ് സാർ ഒരു അസൈൻമെൻറ്റ് പറഞ്ഞു. ഒരു മാസത്തെ അസൈൻമെൻറ്റാണ്, ഒരു വീക്കിലെ അസൈൻമെൻറ്റാണ്. അത് സബ്മിറ്റ് ചെയ്യാൻ ഒരു ഡെഡ് ലൈൻ തന്നു. സാറ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സാറ്റർഡേ ആണ്. സാറ്റർഡേ ഈവനിങ് 6 മണിക്കുള്ളിൽ സബ്മിറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്കത് അതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച തന്നിട്ടുള്ളതാണ്. 1 വീക്ക് ടൈം ഉണ്ട്. 1 വീക്ക് കൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടത്. അപ്പം നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ആദ്യം വിചാരിക്കും 2 ദിവസം മുമ്പ് എന്തായാലും തുടങ്ങണം. സാറ്റർഡേ വൈകുന്നേരത്തിനല്ലേ വേണ്ടൂ? ഒരു തേഴ്സ്ഡേ രാവിലെ നമുക്ക് തുടങ്ങാം. പക്ഷേ തേഴ്സ്ഡേ പല കാര്യവും വെച്ചിട്ട് തേഴ്സ്ഡേ നമ്മൾ വിചാരിക്കും തേഴ്സ്ഡേയും ഫ്രൈഡേയും
മെനക്കെട്ടിരുന്നാൽ കിട്ടാവുന്നേ ഉള്ളൂ. തേഴ്സ്ഡേ പക്ഷേ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. അതിനിടയ്ക്ക് വേറെ കുറേ കാര്യങ്ങൾ വന്നു. അപ്പോൾ എന്താ ചെയ്യുക? എന്ന് തുടങ്ങിയാൽ വിനോദ് സാറല്ലേ, സാറ് പിന്നെ എപ്പോഴാണ് ചെയ്തത് എപ്പോഴാണ് പഠിച്ചതെന്ന് സാറ് അറിയില്ലല്ലോ. അപ്പോൾ ഫ്രൈഡേ തുടങ്ങിയാലും കുഴപ്പമില്ല. അങ്ങനെ ഫ്രൈഡേ തുടങ്ങും. ഫ്രൈഡേ തുടങ്ങാൻ നോക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ അങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ. കുറച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു ബോറടി, കിട്ടുന്നില്ലല്ലോ, അവിടെ എടുത്ത് വയ്ക്കാം, എന്നിട്ട് വൈകുന്നേരം ആരോടെങ്കിലും ചോദിക്കാം. പക്ഷെ വൈകുന്നേരം വേറെ എന്തെങ്കിലും പ്രശ്നം അതും പറ്റില്ല. അവസാനം സാറ്റർഡേ ആണ് അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് അയക്കേണ്ട ദിവസം. ഗ്രൂപ്പിലിടേണ്ട സമയമാണ്. നമ്മുടെ ഒന്നും ആയിട്ടില്ല, വിചാരിച്ച പോലെ ആയിട്ടില്ല. അപ്പോൾ അതിനൊരു കാരണം എന്താ? നമ്മൾ മനസ്സിൽ വിചാരിച്ച ദിവസം, നമ്മൾ വ്യാഴാഴ്ച അതിൻ്റെ കാര്യങ്ങൾ തുടങ്ങണമെന്ന് വിചാരിച്ചതാണ്, വ്യാഴാഴ്ച എങ്കിലും തുടങ്ങണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അത് നടന്നില്ല. അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യം നിങ്ങൾ ഇപ്പോൾ തുടങ്ങാൻ വൈകിയതാണോ, അല്ലെങ്കിൽ അപ്പോൾ സാധാരണ നിങ്ങൾക്ക് ഉണ്ടാകുന്ന എക്സ്ക്യൂസ് എന്താണ്? അത് കിട്ടിയില്ല, ടഫായിരുന്നു, അതിൻ്റെ ആൻസർ കിട്ടിയില്ല. അത് നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും, ശരി വേറെ ആരും ഇപ്പോൾ അറിയാനൊന്നും പോകുന്നില്ലല്ലോ, ഞാൻ തുടങ്ങിയ കാരണമാണ്, ചിലപ്പോൾ ഒന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ കിട്ടാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരുടെ ആൻസർ. പക്ഷെ ഇവിടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു ഡൗട്ട് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നു. വേറൊരു എക്സാമ്പിൾ പറയാം. എന്നും രാവിലെ 5 മണി മുതൽ 6 മണി വരെ, അല്ലെങ്കിൽ 4 മണി മുതൽ 5 മണി വരെ ജാം പ്രാക്ടീസിനായി ചെലവഴിക്കും. അങ്ങനെ ഒരു ശപഥം നിങ്ങൾ എടുത്തിട്ടുണ്ട്. അത് വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ മോളൊക്കെ 4 മണിക്ക് എണീറ്റിട്ട് എന്നും 1 മണിക്കൂർ ജാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാറുണ്ടായിരുന്നു. അത് എന്ത് തന്നെയാണെങ്കിലും അതങ്ങനെ തന്നെ പോയിരുന്നു, തുടക്കം തൊട്ടിട്ട് കിട്ടുന്നവരെ. 1 മണിക്കൂറല്ലേ, ബാക്കിയുള്ള കാര്യം കോളേജിൽ ഒരുപാട് പഠിക്കാനുണ്ടാവും. പക്ഷെ 4 മണിക്ക് അലാറം വെച്ച സമയത്ത് സാധാരണ വരുന്ന ടെൻഡൻസി എന്താ? ഓട്ടോമാറ്റിക്കായിട്ട് ഒരു റിഫ്ലെക്സ് ആക്ഷൻ പോലെ എന്താ, അതിൻ്റെ സ്നൂസ് ബട്ടൺ ഇടാൻ പറ്റും. നല്ല മഴ, നല്ല തണുപ്പ്, കിടന്ന് ഉറങ്ങേണ്ട സമയം, ഒരു 10 മിനിറ്റ് അങ്ങനെ നീങ്ങിയോണ്ട് എന്താ പ്രശ്നമൊന്നുമില്ലല്ലോ. 10 മിനിറ്റ് ആയപ്പോൾ വീണ്ടും പീ 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 അടിക്കാൻ തുടങ്ങും. വീണ്ടും ഒരു പുതപ്പിൻ്റെ ഉള്ളിൽ ഒന്നും കൂടെ ഒരു 5 മിനിറ്റ് കൂടെ അങ്ങോട്ട് നീട്ടി, 4:15 എണീറ്റ് നിങ്ങൾ പിന്നെ പഠിക്കാൻ തുടങ്ങി. മുഖം കഴുകി പഠിക്കാൻ തുടങ്ങി. 1 മണിക്കൂർ ഇല്ലെങ്കിലും 3/4 മണിക്കൂർ പഠിച്ചു. എന്നുവെച്ചാൽ 5 മണിക്ക് ശേഷം വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾ വിചാരിക്കേണ്ടാവും, ഒരു 10 മിനിറ്റിൽ എന്താ ഇത്ര കാര്യം, ഇതിപ്പോൾ ആരും അറിയാനും പോകുന്നില്ല, എന്താണ് എന്തായാലും 4 മണിക്ക് എണീക്കണം വിചാരിച്ചല്ലേ. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അറിയാതെ, പഠനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കമ്മിറ്റഡ് ആയിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച് സമയത്തിന് ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥ പലരിലും ഉണ്ടായിട്ടുണ്ടാവും. ഇങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഡൗട്ട് അടിക്കാൻ തുടങ്ങും. ഇവനെ സംബന്ധിച്ചിടത്തോളം 5 മണി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 5:15, അല്ലെങ്കിൽ 4 മണി പറഞ്ഞാൽ 4:15. പ്രൊജക്റ്റ് തീർക്കാൻ ഡെഡ് ലൈൻ തേഴ്സ്ഡേ ആണ്, ഡെഡ് ലൈൻ എങ്കിൽ ഫ്രൈഡേ ആണ്. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ തേഴ്സ്ഡേ എന്ന് പറഞ്ഞാൽ ഫ്രൈഡേ ആണ്. കുറേ അങ്ങനെ കൊച്ചു കാര്യങ്ങളിൽ 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് വ്യത്യാസങ്ങൾ വരും. കുറേ കഴിഞ്ഞിട്ട് ദിവസങ്ങളാവും. അത് കഴിഞ്ഞ് നിങ്ങൾ ജോലിയൊക്കെ എടുത്ത് പിന്നെ ഒരു പഠനമൊക്കെ കഴിഞ്ഞ് ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുന്ന സമയത്തും ഒരു പ്രൊജക്റ്റ് നിങ്ങൾ 2 മാസം കൊണ്ട് തീർക്കേണ്ട പ്രൊജക്റ്റാണ്. 2 മാസം കൊണ്ട് തീർക്കാൻ പറ്റുമെന്നുള്ള വിചാരത്തിൽ നിങ്ങളത് ഏറ്റെടുക്കുന്നു. പക്ഷേ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് എന്താ? 2 മാസം. എൻ്റെ 2 മാസം എന്ന് പറഞ്ഞാൽ 3 മാസമാണ്. അതത്രയേ ഉള്ളൂ. 2 മാസം എന്നൊക്കെ പറയും, പക്ഷെ അത് 3 മാസമാണ്. അപ്പോൾ 3 മാസം കൊണ്ടേ നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങനെയാണ് പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലൊന്ന് കാണുന്നു, സബ് കോൺഷ്യസ് മൈൻഡിന് ചെയ്യുന്നത് വേറെ. പ്രവൃത്തിയും തോട്ടും തമ്മിലുള്ള ആ ഒരു ഡിസ്പാരിറ്റി ഉണ്ടല്ലോ, അതാണ് സബ് കോൺഷ്യസ് മൈൻഡ് വീക്കാവാനുള്ള ഒരു പ്രധാന കാരണം. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ പവർഫുൾ ആക്കാം അതും കൂടെ പറഞ്ഞില്ലേ. ഏതൊരു കാര്യമായാലും കമ്മിറ്റഡ് ആണെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുക. ഓൺ ടൈം, ഡെഡ് ലൈനിന് മുമ്പ് തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. രാവിലെ എഴുന്നേൽക്കുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. രാവിലെ എണീക്കാൻ നിങ്ങൾക്ക് 6 മണിക്ക് എണീക്കാൻ പറ്റുള്ളെങ്കിൽ 6 മണിക്ക് എണീക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ ആ വിചാരിച്ചാൽ ആ സമയത്ത് എണീറ്റിരിക്കണം. ചില കുട്ടികളുണ്ട് ലേറ്റ് നൈറ്റ് ആണ് സ്റ്റഡി ടൈമായിട്ട് അവർ എടുക്കുന്നത്. അത് അവരെ കുറ്റം പറയുന്നത്. ചില കുട്ടികൾക്ക് അങ്ങനെയാണ്. രാത്രി ഒരു 12 മണി വരെ ഇരുന്ന് പഠിക്കാൻ ഒരു പ്രശ്നമില്ല, 1 മണിക്കായാലും പ്രശ്നമില്ല. പക്ഷെ രാവിലെ എഴുന്നേൽക്കാൻ പറ്റില്ല. പക്ഷെ രാവിലെ എഴുന്നേൽക്കുന്നതാണെങ്കിലും അത് എപ്പോൾ എഴുന്നേൽക്കണം എന്നുള്ള നിങ്ങളുടെ മനസ്സിലെ ധാരണയുണ്ട്. ആ മനസ്സിലെ ധാരണയ്ക്ക് അനുസരിച്ച്
എഴുന്നേൽക്കുക. അലാറം സെറ്റ് ചെയ്താൽ ആ അലാറം അടിക്കുന്ന സമയത്ത് തന്നെ എഴുന്നേൽക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ കമ്മിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ടൈമിൽ ചെയ്തു തീർക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഡൗട്ട് പോയിട്ട് ബിലീവ്സ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങനെ പവർഫുൾ ആയിട്ട് മാറും. പതുക്കെ പതുക്കെ കൊച്ചു കൊച്ചു കാര്യം, എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുക. ഞാൻ ഇന്ന് സമയത്ത് ചെയ്യും. കൊച്ചു കൊച്ചു കാര്യം, ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. ഇന്ന് ഞാൻ 7 മണിക്ക് മുമ്പേ എൻ്റെ വർക്കുകളെല്ലാം, കോളേജിലെ വർക്കുകളെല്ലാം തീർക്കും. കൊച്ചു കാര്യം, 7 മണിക്ക് മുമ്പ് തീർക്കാൻ പറ്റുന്നില്ല. ഇന്ന് ഞാൻ ഇത്ര സമയം മാത്രമേ മൊബൈലിൽ ചെലവഴിക്കുള്ളൂ, അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ ചെലവഴിക്കുള്ളൂ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുള്ളൂ. വർക്കിംഗ് ഡേയ്സ് ആണ്, ഇന്ന് എനിക്ക് 1/2 മണിക്കൂറേ ഞാൻ ചെലവഴിക്കുള്ളൂ. 1/2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂറായിരിക്കും. അതല്ല നിങ്ങൾ 1 മണിക്കൂറാണോ, 1 മണിക്കൂർ നിങ്ങൾക്ക് ചിലപ്പോൾ 1 മണിക്കൂറേ ചെലവഴിക്കണം. പക്ഷെ ആ 1 മണിക്കൂറിൽ 1 മിനിറ്റ് പോലും അപ്പുറത്തേക്ക് കിടക്കും. അപ്പൊ ഇങ്ങനെ കമ്മിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പവർഫുൾ ആയിട്ട് മാറ്റാൻ പറ്റും. എപ്പോഴും നമ്മൾ ആലോചിക്കുക, നമ്മൾ ബാക്കി ആരും അറിയുന്നില്ലല്ലോ. ഞാൻ പഠിക്കുന്നുണ്ടോ, ഇപ്പോൾ മുറിയിൽ അടച്ചിരുന്ന് പഠിക്കുന്നുണ്ടോ, ഞാൻ എന്താ ചെയ്യുന്നത്, ഉറങ്ങുകയാണോ, പുസ്തകത്തിന് മുമ്പിൽ കിടന്ന് ഉറങ്ങുകയാണോ, അതോ മൊബൈൽ നോക്കുകയാണോ, അതൊന്നും വേറെ ചിലപ്പോൾ ആരും അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ആരും കണ്ടുവെന്ന് വരില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും വാതിലടച്ചിരുന്നാൽ പഠിക്കുകയാണെന്ന് അമ്മ ധരിച്ചോളും. പക്ഷെ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോട്ടാണ്, ദ ഗ്രേറ്റസ്റ്റ് പ്രൈഡ് ഈസ് ടു റൈസ് ഇൻ അവർ ഓൺ ഐസ്. നമുക്ക് മുന്നിൽ നമ്മൾ വലുതാവുന്നത് കാണുന്നതാണ് ഏറ്റവും വലിയ അഭിമാനം. അതുപോലെ തന്നെ ദ ഗ്രേറ്റസ്റ്റ് സെറ്റ് ബാക്ക് ഇൻ ലൈഫ് ഇസ് ടു ഫാൾ ഇൻ അവർ ഓൺ ഐസ്. നമുക്ക് മുന്നിൽ നമ്മളൊന്നുമല്ല. നമുക്ക് ബാക്കിയുള്ളവരെ പറഞ്ഞു പറ്റിക്കാം, പക്ഷെ നമ്മുടെ ഉള്ളിലെ നമ്മളോട് തന്നെ, നമ്മുടെ മനസാക്ഷി എന്നൊക്കെ പറയില്ലേ, ആ മനസാക്ഷിയോട് ചോദിക്കാം, ശരിയാണോ, മനസാക്ഷി ശരിയാണോ ചെയ്തത്. അപ്പോൾ അതെപ്പോഴും ആലോചിക്കുക. ഇനി എനിക്ക് പറയാനുള്ള ടൈം മാനേജ്മെന്റിനെ പറ്റിയിട്ടാണ്. ടൈം മാനേജ്മെന്റിനെ പറ്റിയിട്ട് ഒരുപാട് ക്ലാസ്സുകൾ പലരും എടുത്തിട്ടുണ്ടാവും. കുറേ കാര്യങ്ങൾ പലതും നമുക്ക് പലപ്പോഴും തോന്നും അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ലോ, ഇതൊന്നും പറ്റുന്നത്, ഇതൊക്കെ പ്രായോഗികമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ എല്ലാ കുട്ടികളുടെയും ആ ഒരു ലെവൽ, അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ടൈം ഫ്രെയിം എന്ന് പറയുന്നത്, ടൈം സ്പാൻ എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കില്ല. ചിലർക്ക് രാത്രി വരെ ഇരുന്ന്, ഞാൻ പറഞ്ഞു 12 മണി 1 മണി വരെ ഇരുന്ന് പഠിക്കുന്നതായിരിക്കും അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുന്നത്. ചിലർക്ക് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പഠിക്കുന്നതായിരിക്കും. 4 മണി തൊട്ടിട്ട് 6 മണി വരെ പഠിക്കുക, കോളേജിൽ പോകുന്നതിന് മുമ്പ് പഠിക്കുക. അതായിരിക്കും അവരുടെ പ്രൈം ടൈം എന്ന് പറയുന്നത്. ചിലർക്ക് 2-3 മണിക്കൂർ മാത്രം ഒരു ദിവസം പഠിച്ചാൽ മതി, അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ വേണ്ടതെല്ലാം എത്തുന്നുണ്ടാവും. എന്നാൽ ചില ആൾക്കാർക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഹോളിഡേയ്സിലൊക്കെ 6-7 മണിക്കൂറൊക്കെ ഒറ്റയടിക്കിരുന്ന് പഠിക്കാൻ പറ്റും. ഞാനപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, പഠനം സ്ട്രെനോസ് ആവരുത്. നമ്മുടെ ലിമിറ്റ് എത്രയാണോ, നമുക്ക് എത്ര നേരം പഠിക്കാൻ പറ്റുമോ, നമ്മുടെ അറ്റൻഷൻ സ്പാൻ എത്രയാണോ, അതിനെ പറ്റിയ ഒരു ഐഡിയ ഓരോരുത്തർക്കും ഉണ്ടാവണം. എത്ര നേരം നമുക്കിരുന്ന് പഠിക്കാൻ പറ്റുന്നത്, അത് നമ്മുടെ അതിൽ കംഫർട്ടബിൾ ആയി ഇരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, അത് കൂട്ടി കൊണ്ടുവരാൻ ശ്രമിക്കണം. അല്ലാതെ എൻ്റെ ഫ്രണ്ട് ഇന്നലെ 12 മണിക്കൂർ, ഇന്നലെ ഹോളിഡേ ആയിരുന്നു, 12 മണിക്കൂർ ഇരുന്ന് പഠിച്ചു, അത് കേൾക്കുമ്പോൾ തന്നെ തല കറങ്ങും. ഇത് ഞാൻ ഇന്നലെ പഠിച്ചത് 3 മണിക്കൂർ. ചിലപ്പോൾ ആ 12 മണിക്കൂർ പഠിക്കുന്നതിലും കൂടുതൽ ചിലപ്പോൾ കിട്ടിക്കാണും ആ 3 മണിക്കൂർ. അപ്പൊ അതാ പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ ടൈം സ്പാൻ അനുസരിച്ച് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു അറ്റൻഷൻ സ്പാൻ എത്രയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ. അപ്പൊ അത് ഇൻഡിവിജ്വലി അത് ഡിഫറെൻ്റ് ആയിരിക്കും. അത് ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ എനിക്ക് എത്ര പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, ഇതെന്ന് പറയുന്ന ഒരു ലോങ് ടേം പ്രോസസ്സാണ്, ഒരു 1 ഇയർ നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ തുടക്കം തന്നെ ഒരു വിരക്തി തോന്നുന്നത്. അപ്പം നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം അതിനു വേണ്ടി പോകാൻ. നിങ്ങളുടെ ടൈം ഫ്രെയിം എന്താണോ അതിനെ പതുക്കെ കൂട്ടിക്കൊണ്ടുവരിക. 3 മണിക്കൂർ ഒരു ദിവസം പഠിക്കുന്ന ആള് എന്നും 1 മണിക്കൂർ ഇതിനു വേണ്ടി എക്സ്ട്രാ ചെലവഴിക്കുക. കുറച്ചുകൂടെ കഴിയുമ്പോൾ അടുത്ത ലെവലാകുമ്പോഴേക്കും ദിവസം 2 മണിക്കൂർ, കോളേജിലെയും ബാക്കി കാര്യങ്ങളെല്ലാം വേറെ, അതിന് വേറെ. അതുകൂടാതെ 2 മണിക്കൂർ സമയം ജാമിന്റെ പ്രിപ്പറേഷന് വേണ്ടി. ഞാൻ ജാം മാത്രമല്ല പറയുന്നത്, പൊതുവെ നമ്മുടെ എന്താണ് നമ്മൾ വെച്ചിരിക്കുന്ന ലക്ഷ്യമെങ്കിൽ അതിലേക്ക്. അങ്ങനെ ഒരു ക്വാളിറ്റി ടൈമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതായത് ക്വാണ്ടിറ്റി ടൈം, എത്ര മണിക്കൂർ പഠിക്കുന്നതല്ല, എത്ര മണിക്കൂർ നിങ്ങൾക്ക് വളരെ ശ്രദ്ധയോടെ പഠിക്കാൻ സാധിക്കുന്നുണ്ട് അത് കണ്ടെത്തണം. അത് പതുക്കെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. സമയത്തിന്റെ കാര്യം എപ്പോഴും പറയും അല്ലെ, ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു റിസോഴ്സാണ് സമയം എന്ന് പറയുന്നത്. ഒരു ചൊല്ലുണ്ട്, ദ വാല്യൂ ഓഫ് 100 rupees note is 100 rupees, but the value of 1 hour depends upon who uses that 1 hour. ഒരാൾ എങ്ങനെ സമയം, ആ 1 hour എങ്ങനെ ചെലവഴിക്കുന്നു എന്നതിനെ നോക്കിയിട്ടാണ് അതിൻ്റെ വില എന്നുള്ളത്.
അപ്പൊ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്കൊരു സമയം വരും, സമയം ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള റിസോഴ്സ് ആണ് എന്ന് അറിയുന്നത്. അപ്പൊ നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നതിന് നമ്മൾ എങ്ങനെയാണോ ചെലവഴിക്കുന്നത്, നമ്മുടെ സമയം എവിടെ പോകുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഭാവി. അപ്പൊ നമ്മുടെ സമയം യൂട്ടിലൈസ് ഏതൊക്കെ രീതിയിലാണ് പോകുന്നത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവണം. രാവിലെ എണീറ്റാൽ തൊട്ട് രാത്രി കിടക്കുന്നതിന് വരെ എത്ര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അവേഴ്സ് ഉണ്ടെന്ന് ഒരു ധാരണ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. മറ്റാരെയും ബോധിപ്പിക്കാൻ വേണ്ടല്ല, അച്ഛനെയോ അമ്മയോ ടീച്ചേഴ്സിനെയോ ബോധിപ്പിക്കാൻ വേണ്ടല്ല. പക്ഷെ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ തന്നെ ബോധിപ്പിക്കാൻ നമുക്കൊരു ഒരു ഒരു ഫ്രെയിം ഉണ്ടാവണം. എത്ര സമയം ഞാൻ പഠിക്കാൻ ഉപയോഗിക്കുന്നു, എത്ര സമയമാണ് ഒരു ദിവസത്തെ 24 മണിക്കൂർ എങ്ങനെയൊക്കെയാണ് ചെലവഴിക്കുന്നത് എന്നുള്ള ഐഡിയ ഓരോരുത്തർക്കും ഉണ്ടായേ പറ്റും. പിന്നെ പ്രയോറിറ്റീസ്, അവിടെയാണ് പ്രയോറിറ്റീസിന്റെ ഇമ്പോർട്ടൻസ്. പ്രയോറിറ്റീസിനെ ഒരിക്കലും വെർട്ടിക്കലായി കാണരുത്. പഠിത്തം കഴിഞ്ഞ് ഹെൽത്ത്, ഹെൽത്ത് കഴിഞ്ഞ് ഫാമിലി, അങ്ങനെയല്ല വേണ്ടത്. എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയമുണ്ട്. എ ടൈം ഫോർ എവറിത്തിങ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്സ് ടൈം. ഓരോന്നിനും അതിന് ഡിസേർവ് ചെയ്യുന്ന സമയം കൊടുത്തേ പറ്റൂ. പഠനം മാത്രം എന്ന് പറഞ്ഞ് ടോട്ടലി അങ്ങോട്ട് ഐസൊലേറ്റഡ് ആയിട്ട് മുറിയിൽ അടച്ചുപൂട്ടിയിരിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പഠനം മാത്രം, 10ാം ക്ലാസ്, ഞാൻ എൻ്റെ സ്കൂളിൽ 10ാം ക്ലാസ് വരെയുള്ളൂ. 10ാം ക്ലാസ്സിൽ എങ്ങനെ എത്തിയ പഠിത്തം 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 മാത്രം. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒന്നുമില്ല. ഫാമിലിയോട്, അച്ഛനോടും അമ്മോടൊന്നും മിണ്ടാനില്ല, കുട്ടികളോടൊപ്പം കളിക്കുക. എന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിലെത്തിയത് ഒന്നും പാടില്ല എന്നാണ് ആരൊക്കെയോ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അത് നിങ്ങൾ മാറ്റണം. എല്ലാറ്റിനും കുറച്ച് സമയം കണ്ടെത്തണം. പഠനത്തിന് അതിൻ്റെതായിട്ടുള്ള സമയം കണ്ടെത്തണം. ഫാമിലി ടൈം വേണം, അത് വളരെ പ്രഷ്യസ് ആണ്. ഇല്ലെങ്കിൽ നമ്മൾ എല്ലാം നേടിയെടുത്ത് തിരിച്ചു വരുമ്പോൾ അതോടൊപ്പം ആഹ്ലാദിക്കാൻ ചിലപ്പോൾ കുടുംബത്തിന് സപ്പോർട്ട് കിട്ടിയെന്ന് വരില്ല. എന്നുവെച്ചാൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഒരു ജാം അഡ്മിഷൻ അല്ലെങ്കിൽ IIT അഡ്മിഷൻ അത് മാത്രമായിരുന്നു. അതിനിടയ്ക്ക് നമ്മൾ കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങൾ ശിഥിലമായി പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ എല്ലാറ്റിനും വേണം പ്രയോറിറ്റീസിനെ വെർട്ടിക്കലായി കാണാതെ ഇത് കഴിഞ്ഞാൽ അത്, അത് കഴിഞ്ഞാൽ അത്, അങ്ങനെയല്ല, ഹൊറിസോണ്ടലായി കാണണം. ഹെൽത്ത് ആയാലും ഹെൽത്തി ഫുഡ് കഴിക്കുക, എക്സസൈസ് വേണം, അത്യാവശ്യം വ്യായാമം വേണം. ഇപ്പൊ മൊബൈലിന് മുമ്പിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുന്ന ഒരു തലമുറയാണ് നമുക്കുള്ളതെന്നറിയാം. പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുക, ഒന്നുമില്ല ഫ്രണ്ട്സിൻ്റെ ഒപ്പം കുറച്ച് കളിക്കുക, എന്തെങ്കിലും ഒരു ഫിസിക്കൽ എക്സസൈസ് കുറച്ച് നേരമെങ്കിലും ഉണ്ടാവണം. അതുപോലെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എൻ്റർടൈൻമെൻറ്റ്, നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ എന്നും ഒരു 10-15 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നമുക്കതിന് വേണ്ടി ചെലവഴിക്കാൻ സാധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഒരു ലോങ് ടേം പ്രോസസ്സാണ്. ടിൽ ദ എൻഡ് നമുക്ക് ഒരേ ലെവലിൽ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇടയിൽ വെച്ച് നമ്മൾ തുടക്കം തൊട്ടിട്ട് തന്നെ അങ്ങോട്ട് ആ സ്ട്രെസ് എടുക്കാൻ തുടങ്ങിയാൽ നമുക്ക് ചിലപ്പോൾ അത് വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് തന്നെ പോവാം, സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി സ്ട്രെസ്സിനെ പറ്റി പറഞ്ഞപ്പോൾ സ്ട്രെസ്ഫുൾ ആണെന്ന് ഇപ്പൊ ഈവൻ KG വരെ പഠിക്കുന്ന കുട്ടികൾക്കുണ്ട് സ്ട്രെസ്, അല്ലെ? ഹോംവർക്ക് 2 പേജ് കൊടുത്താൽ സ്ട്രെസ്സായി കുട്ടികൾക്ക്. പാരൻസ് വിളിച്ച് പറയാറുണ്ട് ചെറിയ കുട്ടികളുടെ കാര്യം. ഹോംവർക്ക് കൂടുതലാണ്, 2 പേജ് കൊടുത്തു. ഡിക്റ്റേഷൻ, 2 സബ്ജക്റ്റിന്റെ ഡിക്റ്റേഷൻ ഒരു ദിവസം കൊടുത്തു. ഡിക്റ്റേഷൻ എന്ന് പറയുന്നത് 1 2 3 4 4 സബ്ജക്റ്റ് 4 നമ്പർ എഴുതേ വേണ്ടു, അല്ലെങ്കിൽ ABCD അത് എഴുതും. പക്ഷെ അപ്പോഴേക്കും സ്ട്രെസ് വന്നു. അപ്പോൾ അത്രയും സ്ട്രെസ്സിനെ കുറിച്ച് അത്രയും പ്രായത്തിലുള്ള കുട്ടികൾ വരെ പറയുന്ന ഒരു കാലമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ നമുക്ക് സ്ട്രെസ് വരുന്നതിനുള്ള ഒരു പ്രധാന കാരണം? നമ്മൾ എപ്പോഴും തിടുക്കത്തിലാണ്, അല്ലെ? എല്ലാം നമുക്ക് പെട്ടെന്ന് വേണം. ഒരു വളരെ ഫാസ്റ്റ് പേസാണ്, ഫാസ്റ്റ് മൂവിങ് ലൈഫാണ് നമുക്ക് ചുറ്റുള്ളത്. ഫാസ്റ്റ് ഫുഡ്, ഫാസ്റ്റ് സർവീസ്, ഫാസ്റ്റ് ലേണിംഗ്, എല്ലാം നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഒന്നിനും വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. അതുപോലെ തന്നെ ചെയ്യുന്ന നമ്മളെപ്പോഴും തിരക്കിലാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ സമയം മുഴുവൻ പോകുന്നത് അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. കാര്യങ്ങളെ നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെ പ്രധാനമായിട്ട് 2 ആയിട്ട് തിരിക്കുക: ഇമ്പോർട്ടൻറ്റ്, അർജന്റ്. പക്ഷെ നമ്മുടെ സമയം മുഴുവൻ പോകുന്നത് എന്താ? അർജന്റ് ആയിട്ടുള്ള. ഇപ്പൊ പറഞ്ഞു അസൈൻമെന്റ് വെക്കാൻ 1 വീക്ക് ടൈം ഉണ്ട്. പക്ഷെ നമ്മളെ ലാസ്റ്റ് മൊമെന്റിലേക്ക് ഇങ്ങനെ തള്ളി 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 കൊണ്ടുപോകും ലാസ്റ്റ് ഡേറ്റ് വരേക്ക്. എന്നിട്ട് ലാസ്റ്റ് ഡേറ്റ് ആ അർജന്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ അത് അർജൻസി ഒരു വരുന്നത് വരെ നമ്മൾ അതിനെങ്ങനെ തട്ടി തട്ടി തട്ടിക്കൊണ്ടുപോകും, പരമാവധി തട്ടിക്കൊണ്ടുപോകും. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യവും എടുത്താലും നമ്മുടെ സമയം മുഴുവൻ പോകുന്നത് ജീവിതത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സമയം കണ്ടെത്തുന്നില്ല. ആരോഗ്യമുള്ള ആൾക്കാർ ഒരിക്കലും എക്സസൈസ് ചെയ്യുന്നില്ല. ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴേ ഉള്ളൂ. എന്നുവെച്ചാൽ ആ സമയത്ത് എക്സസൈസ് ചെയ്യാൻ, ഇന്നിപ്പോൾ തുടങ്ങേണ്ട എക്സസൈസ് 2 ദിവസം കഴിഞ്ഞ് തുടങ്ങിയാലും കുഴപ്പമില്ല. ഇന്ന് തൊട്ട് ജാനുവരി 1-ാം തീയതി റോട്ടിലൊന്നും നടക്കാൻ പറ്റില്ല, ആളെ കൊണ്ട് തട്ടിക്കൊണ്ട്. എന്ന് വെച്ചാൽ നടക്കാൻ ഇറങ്ങുക എല്ലാവരും, വെളിച്ചാവുമ്പോൾ നടക്കാൻ ഇറങ്ങും. 2-ാം തീയതി ആകുമ്പോഴേക്കും അതിന്റെ 4-1 പോലും ഉണ്ടാവില്ല. ആദ്യത്തെ 10 ദിവസം കൊണ്ട് അതെല്ലാം ഒരുവിധം കാര്യങ്ങൾ തീരുമാനമാവും.
എന്തൊരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാത്തതുകൊണ്ടാണ് അതിന് ഒരു അർജന്റ് ആവുന്ന ഒരു ലെവലിലേക്ക് എത്തിച്ച് നമ്മളത് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താ, പലപ്പോഴും നമ്മുടെ പരിഗണന കിട്ടേണ്ട കാര്യങ്ങൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടാതെ പോകുന്നു. അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് തന്നെയായാലും ആ നീട്ടിവെപ്പ് എന്നുള്ള ശീലം ഉണ്ടല്ലോ. ഒരു ബബൂൺ തിയറിയിൽ ഒരു പറയുന്നുണ്ട്, നമ്മുടെ ഉള്ളിൽ 4 തരം കുരങ്ങന്മാരുണ്ട്. അതിലൊരു കുരങ്ങനാണ് പ്രൊക്രാസ്റ്റിനേഷൻ, പി ബാബു എന്ന് പറയും. പ്രൊക്രാസ്റ്റിനേഷൻ, എന്ത് നീട്ടി നാളെ ആവാലോ, നാളെ ചെയ്യാലോ, നാളെ പോവാലോ, രാവിലെ വൈകുന്നേരം മതിയല്ലോ, വൈകുന്നേരം നാളെ ആവാലോ, ഇങ്ങനെ നീട്ടി വെക്കുന്നില്ല. അപ്പൊ ആ കുരങ്ങന്മാർ ഇടയ്ക്ക് ഇങ്ങനെ ഇത് ചൊറിയാൻ തുടങ്ങും. അതൊക്കെ മതി, കുഴപ്പം, ഇതിപ്പോ ചെയ്തില്ലെങ്കിൽ ആരറിയാൻ, കുഴപ്പം, പിന്നെ എന്തിനാ വെറുതെ. അപ്പൊ അങ്ങനെയുള്ള കുരങ്ങ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയാം, അതിനെ തുരത്തി ഓടിക്കുക. ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, ഓരോ ദിവസവും ജസ്റ്റ് ഒന്ന് റഫായിട്ട് എഴുതുക. ഇന്ന് എനിക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ 5 കാര്യങ്ങൾ, അതിൻ്റെ പ്രയോറിറ്റി ബേസിൽ ആ കാര്യങ്ങൾ ചെയ്യുക. വൈകുന്നേരം നിങ്ങൾക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. അതല്ല, പിറ്റേ ദിവസം രാവിലെ എണീറ്റ് അർജന്റായിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉറക്കം പോകുന്നു മാത്രമല്ല, നിങ്ങൾ ഒട്ടും നിങ്ങളുടെ സന്തോഷം കൂടിയാണ് പോകുന്നത്. നിങ്ങൾ അതാണ് സ്ട്രെസ്സിനുള്ള ഒരു പ്രധാന കാരണം. അപ്പൊ എപ്പോഴും ആലോചിക്കുക, എ ടൈം ഫോർ എവറിത്തിങ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്സ് ടൈം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാധാന്യം അർഹിക്കുന്ന 5 കാര്യങ്ങൾ ദിവസവും ചെയ്യാനുള്ള ഒരു ശീലം കൊണ്ടുവരിക. അത് അക്കാഡമിക്സ് മാത്രമല്ല, ബാക്കിയുള്ള കാര്യങ്ങളിലും നമുക്ക് ആ ഒരു രീതി പിന്തുടരാവുന്നതാണ്. ഇനി ടൈം മാനേജ്മെന്റ് പഠിച്ചു. ഇപ്പൊ സ്ട്രെസ്സൊക്കെ കുറേശ്ശൊക്കെ ഇങ്ങനെ കുറയാൻ തുടങ്ങി എന്ന് വിചാരിക്കും. ടൈം മാനേജ്മെന്റ് എങ്ങനെയൊക്കെ ചെയ്യാൻ. ടൈം മാനേജ്മെന്റ്, സ്ട്രെസ് മാനേജ്മെന്റ് ആർ ദ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ കോയിൻ. ടൈം മാനേജ്മെന്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റെമഡിയൽ മെഷർ ഫോർ സ്ട്രെസ് മാനേജ്മെന്റ്, ഇമ്പോർട്ടൻറ്റ് ടൂൾ ഫോർ സ്ട്രെസ് മാനേജ്മെന്റ്. ഇനി വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ പഠനത്തിന്റെ 4 തലങ്ങളെ കുറിച്ചാണ്. ഏതൊരു ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്നത് തൊട്ട് ഏതൊരു കാര്യമാണ്, വലിയ കോമ്പറ്റേറ്റീവ് എക്സാം തയ്യാറെടുക്കാൻ കുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും പഠനത്തിന് പൊതുവെ 4 തലങ്ങളുണ്ട്. അതിലെ ആദ്യത്തെയാണ് അൺകോൺഷ്യസ് ഇൻകോമ്പറ്റൻസ്. എന്തൊക്കെയാണ് നമുക്ക് അറിയില്ലാത്തത്? നിങ്ങളിപ്പോൾ ജാമിന്റെ സിലബസ് ഒന്ന് തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെ പറയും, ഇതിൽ എന്തൊക്കെയാണ് എനിക്ക് അറിയുന്നത്, എന്തൊക്കെയാണ് അറിയാത്തത്? നിങ്ങൾക്കത് അറിയില്ല. ഏതൊക്കെയാണ് അതിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നത്, ഏതൊക്കെയാണ് അറിയാത്തത്, അങ്ങനെയുള്ളൊരവസ്ഥ. അവിടെയാണ് ലേണിംഗ് തുടങ്ങുന്നത്. ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കൊച്ചു കുട്ടിയുടെ 2 or 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ വിചാരം എന്താ? കാറിൽ കയറിയിരുന്ന് സ്റ്റിയറിംഗ് ഇങ്ങോട്ട് പിടിച്ച് തിരിച്ചാൽ കാറ് പോകുന്നുണ്ട്, അല്ലേ? എങ്ങനെയാ കാറ് പോവാന്നൊന്നും ആ കുട്ടിക്ക് അറിയില്ല. അപ്പൊ അറിയാത്ത കാര്യം ആ കുട്ടിക്ക് അറിയില്ല. എങ്ങനെയാണ് തനിക്ക് ഇങ്ങനെ താൻ വിചാരിച്ച് ശരിയാണെന്ന് ആ ധാരണയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ലെവൽ ആണ് ആദ്യത്തെ എന്ന് മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ആ സിലബസ് കണ്ട് നിങ്ങൾ ആകെ പേടിച്ച് അതിനെ ഒന്ന് മാറ്റി ഈ ഗ്രൂപ്പ് ഒന്ന് പിന്തിരിയാനൊന്നും ശ്രമിക്കേണ്ട. ആ ലേണിങ്ങിന്റെ ഓരോ തലത്തിലൂടെയും കടന്നു പോയാൽ തന്നെ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ. അത് മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ഘട്ടം എല്ലാവരിലും ഉണ്ടാവും. ചിലപ്പോൾ 2 ആഴ്ചയാവാം, ചിലരെ സംബന്ധിച്ച് 2 ആഴ്ചയാവാം, ചിലരെ സംബന്ധിച്ച് 1 മാസം എടുത്തേക്കാം. പക്ഷേ അത് തീരും. അത് കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്കായി. ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയാത്തത്, അതിനെപ്പറ്റി അറിയാം. അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയാത്തത്, അതിനെപ്പറ്റി കൃത്യമായ ധാരണയുണ്ട്. അത് എങ്ങനെ ചെയ്യാം എന്നുള്ള ധാരണയും കൂടി ഉണ്ട്. അപ്പൊ അവിടെ ലേണിംഗ് കുറച്ചും കൂടി ആക്റ്റീവായി തുടങ്ങും. ഞാൻ ആദ്യം പറഞ്ഞത് ബ്ലിസ്ഫുൾ ഇഗ്നറൻസ് ആണ്, അജ്ഞത, ഒന്നും അറിയില്ല. പിന്നെ എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ വന്നു. പഠിക്കാൻ തുടങ്ങിയിട്ടില്ല, ഐഡിയ ആയി. അതും ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയോ 3 ആഴ്ചയോ എടുത്തേക്കാം. ഡിപ്പെൻസ്. കുട്ടികളെ പലരും പല ലെവലുള്ളവരാണ്, അപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കാം. അത് കഴിഞ്ഞ് 3ാമത്തെ ലെവലിലേക്ക് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ പഠിച്ച് സ്ഥിരമായി ആസ്പിറൻസ് ഗ്രൂപ്പിലൊക്കെ കയറി അവിടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ, അവിടുത്തെ ക്ലാസ്സുകളൊക്കെ കേട്ട് എല്ലാം പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അടുത്ത ലെവലിലേക്ക് എത്തും. കോൺഷ്യസ് കോമ്പറ്റൻസ്. എനിക്കറിയാം ചെയ്യാൻ, എങ്ങനെയാണ് ചെയ്യേണ്ടത് എനിക്കറിയാം, ഞാൻ നന്നായി ചെയ്യും. പക്ഷെ ഇവിടെയും നമുക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട്.
നമ്മൾ അവിടെ എത്തിയിട്ടില്ല, ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഒരു വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ യു വിൽ ബി അൺകംഫർട്ടബിൾ, കോൺഷ്യസ് ആയിരിക്കും. പറയാം, ഇപ്പൊ കാറിന്റെ കാര്യം പറഞ്ഞു, കാറിൽ കയറി ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഓടില്ല എന്നുള്ള കാര്യം കുട്ടിക്ക് അറിയില്ല. വെറുതെ കാർ സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് വണ്ടി ഓടില്ല എന്ന് ആ കുട്ടിക്ക് അറിയില്ല. അതാണ് പിടിച്ച് തിരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ കഴിഞ്ഞ്, ഇല്ല കാർ ഓടിക്കാൻ എനിക്കറിയില്ല, പക്ഷെ കാർ എങ്ങനെയാ ഓടിക്കുക എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയാം. കാർ ഓടിക്കാൻ അറിയില്ലെങ്കിലും എങ്ങനെ ഓടിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് എനിക്കറിയാം. മൂന്നാമത്തെ ലെവലിലേക്ക് എത്തി, കാർ ഓടിക്കാൻ ഞാൻ പഠിച്ചു, കാർ എങ്ങനെ ഓടിക്കണം എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ കുറച്ച് കോൺഷ്യസ് ആണ്. പഠിച്ച് ഇങ്ങനെ കാല് ബ്രേക്കിന് പകരം ആക്സിലറേറ്ററിൽ അമർത്തോ, അല്ലെങ്കിൽ ഗിയർ മാറില്ലേ, ഗിയർ വീഴില്ലേ, അങ്ങനെ നമ്മൾ കോൺഷ്യസ് ആയിരിക്കും. കുറച്ച് അൺകംഫർട്ടബിൾ ആയി തോന്നുമെങ്കിൽ പോലും അവിടെ ആണ് ലേണിംഗ് നടക്കുന്നത്. എന്നുവെച്ചാൽ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗമാവാൻ മാറുകയാണ്. കോൺഷ്യസ് കോമ്പറ്റൻസ്. നാലാമത്തെയാണ് അൺകോൺഷ്യസ് കോമ്പറ്റൻസ്. ഡ്രൈവിംഗ് ഒക്കെ ഡ്രൈവിംഗ് പഠിക്കുന്ന കാലത്ത് ഓടിച്ചപ്പോൾ നിങ്ങളുടെ പാരൻസ് പലരും ഓടിക്കുന്നുണ്ടാവും. ഡ്രൈവിംഗ് പഠിച്ച കാലത്ത് എങ്ങനെയാണ് ഓടിക്കുന്നത്, ഇപ്പം എങ്ങനെയാണ് ഓടിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. ഇപ്പം ഗിയർ മാറ്റാമെന്ന് ആരും പറയണ്ട. മറ്റേ സമയത്ത് ചിലപ്പോൾ അമ്മമാരാ ഓടിക്കണമെന്ന് വെച്ചാൽ അപ്പുറത്തെ അച്ഛന്മാരെന്ന് പറയും, അച്ഛനെന്ന് പറയും, മാറ്റ്, ഗിയർ താഴ്ത്തു, അല്ലെങ്കിൽ ഗിയർ മാറ്റൂ, 3ലേക്ക് ഇടൂ, 2ലേക്ക് ഇടൂ, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ഇപ്പൊ നമുക്കതൊരു പ്രശ്നമില്ല. ഇപ്പൊ ഡ്രൈവിംഗ് പഠിച്ചു, എക്സ്പേർട്ടായി, നമുക്ക് കൈ അറിയാതെ ഗിയർ ഇങ്ങനെ മാറ്റിക്കൊണ്ട് ആവശ്യത്തിനനുസരിച്ചാക്കും. അവിടെയാണ് ഒരു അൺകോൺഷ്യസ് കോമ്പറ്റൻസ് എന്നുള്ള ലെവലിൽ നമ്മൾ പോലും അറിയാതെ കാര്യങ്ങൾ വരും. അപ്പൊ പഠിച്ച് ഈ ഒരു 5-6 മാസം കൊണ്ട് കാര്യങ്ങളെല്ലാം പഠിച്ച് ഇങ്ങനെ നല്ല അങ്ങോട്ട് മനസ്സിലാക്കി നന്നായി പ്രാക്ടീസ് ചെയ്താൽ പിന്നെ ഒരു പ്രോബ്ലം കിട്ടുമ്പോഴേക്കും പെണ്ണ് എന്താണ് എഴുതുക എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. പെണ്ണിന്റെ ഫിംഗർ ടിപ്പിൽ വരും അതിന്റെ ആൻസേഴ്സ്, തന്നെ ഇങ്ങനെ പോയിക്കോളും. ആ ഒരു ലെവലിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കും. അവിടെയാണ് ഈ ഗ്രൂപ്പിന്റെ വിജയം. അതുപോലെ തന്നെ വിനോദ് സാർ ഉദ്ദേശിക്കുന്നതും നിങ്ങളെയൊക്കെ ആ ഒരു തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിലേക്ക് എത്തുന്ന സമയം ഞാൻ പറഞ്ഞില്ലേ, ഒറ്റയടിക്ക് ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യത്തിന് ആ ലാസ്റ്റ് ഒരു മാസമല്ലേ ജാമിന്റെ ഡിക്ലറേഷൻ വന്നിട്ട്, അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് കയ്യിൽ വന്നിട്ട്, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് എക്സാം വന്നിട്ട് പഠിക്കാം, അങ്ങ് പഠിച്ചാൽ തീരുമെന്ന് വിചാരിച്ചാൽ ആ 1 മാസം തല കുത്തി മറിഞ്ഞ് പഠിച്ചാൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാവും. പക്ഷെ ഈ ഒരു 4 തലത്തിലൂടെ ചെന്നാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഓരോ തലത്തിലൂടെ കടന്നു പോകുമ്പോഴും അതിൻ്റെതായിട്ടുള്ള പ്രതിസന്ധികൾ നിങ്ങൾ അറിഞ്ഞു തന്നെ പോകുന്ന ആൾക്ക് മാത്രമാണ് ആ ഒരു അൺകോൺഷ്യസ് കോമ്പറ്റൻസ് ലെവലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ ചിലപ്പോൾ നമുക്ക് ബാക്കിയുള്ളവരുടെ ഒപ്പം എത്തുന്നില്ല എന്നുള്ള ചില സംശയങ്ങളൊക്കെ തോന്നും. പക്ഷേ ഇവിടെ ഉണ്ട്, നിങ്ങളുടെ സാറുമാർ ഇവിടെ ഉണ്ട്, എല്ലാറ്റിനും സപ്പോർട്ട് ചെയ്യാനും. അതുപോലെ കൂട്ടുകാർ, പിയർ ഗ്രൂപ്പ്, കമ്പൈൻ സ്റ്റഡി എന്നൊക്കെ നല്ല. അപ്പോൾ സാറ് പറഞ്ഞു, ബീഹാറിൽ ഒരു വീട്ടിലിരുന്നിട്ട് കൂട്ടുകാരിരുന്നിട്ട് ആസ്പിറൻസ് ഗ്രൂപ്പിലെ കൂട്ടുകാർ ഒത്തുചേർന്നിട്ട് ഇരുന്ന് മാത്സ് വർക്കൗട്ട് ചെയ്യുന്നത്, അതൊക്കെ എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രാവർത്തികമായിക്കൂടാ? വെക്കേഷൻ, ഓണം, ക്രിസ്മസ് വെക്കേഷനൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ പൂജ, ആരുടെങ്കിലും ഒരുപാട് പേരാവരുത്, കുറച്ച് പേര് ചേർന്നിട്ട് ഇതുപോലെ കമ്പൈൻ സ്റ്റഡി നടത്തുക. അല്ലെങ്കിൽ ഓൺലൈനിൽ ഒരു കൃത്യസമയം ഇരുന്ന് എല്ലാവരും ഇരുന്ന് കമ്പൈൻ സ്റ്റഡി, മാത്സും ഫിസിക്സും ഒക്കെ പഠിക്കാൻ ഏറ്റവും നല്ല മെത്തേഡാണ് കമ്പൈൻ സ്റ്റഡി. പിന്നെ അതുപോലെ ചില ആൾക്കാർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ആ മനസ്സിലായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത് എന്താ, അത് അവിടെ ഒന്നും കൂടെ അവിടെ ഉറച്ചിരിക്കും. 100% ഉറച്ചിരുന്നത് 200% ആവും. നിങ്ങളത് മറ്റൊരാൾക്ക് പങ്കുവെക്കും. മാത്രമല്ല ഒരു സ്പിരിച്വൽ മണി എന്ന് പറയുക, നമ്മൾ മറ്റൊരാൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സന്തോഷം, അതാണ് ഏറ്റവും വലിയ ഗെയിൻ എന്ന് പറയുന്നത്. ഹാപ്പിനെസ്, അതാണല്ലോ ഏറ്റവും. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തതെന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ആ സന്തോഷം വേണം. അല്ലാതെ ഇതെല്ലാം നേടിയെടുത്ത് ഒപ്പം നമുക്ക് ആഘോഷിക്കാൻ ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ അതിനൊക്കെ പിന്നെ എന്തൊരു അർത്ഥമാണുള്ളത്. അപ്പൊ ഈ ഒരു തലങ്ങളെ പറ്റി പഠിക്കുക, ആ അൺകോൺഷ്യസ് കോമ്പറ്റൻസ് ലെവലിലേക്ക് എത്തിച്ചേരാൻ ഓരോരുത്തരും ശ്രമിക്കണം. പിന്നെ നമുക്ക് ചിലപ്പോൾ റെപ്പറ്റീഷൻ, ചിലപ്പോൾ ഒരു പോലെയുള്ള കാര്യങ്ങൾ തന്നെ പിന്നെയും ചെയ്യുമ്പോൾ ഇപ്പോൾ എന്തിനാ ചെയ്യുന്നത്, ഇതുപോലത്തെ ഒരു പ്രോബ്ലം ഞാൻ ചെയ്തതാണല്ലോ. പക്ഷെ റെപ്പറ്റീഷനായിട്ട് ഒരിക്കലും കരുതരുത്. അതിനൊരു എക്സ്പീരിയൻസ് ആയിട്ട് കരുതാൻ നമുക്ക് സാധിക്കണം. പണ്ട് ഒരു ചൈനയിലെ ഒരു ആശ്രമത്തിൽ 2 സന്യാസിമാർ താമസിക്കുന്നു. അപ്പം അവർ ഫിലോസഫി മാത്രമല്ല പഠിച്ചിരുന്നത്, മാർഷ്യൽ ആർട്സിലും വളരെ എക്സ്പേർട്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ ആ ദൂരെയുള്ള ഒരു ഗ്രാമത്തിലെ ഒരു ആൾ തൻ്റെ മകനെ മാർഷ്യൽ ആർട്സ് പഠിപ്പിക്കാൻ വേണ്ടി അവിടെ കൊണ്ടു ചെന്നാക്കി.
അപ്പൊ അവിടെ ചെന്നപ്പോൾ ഇത്രയായിരുന്നു കാര്യങ്ങൾ. അവിടെ പൈസയൊന്നും മേടിക്കുന്നില്ല. അപ്പൊ പറഞ്ഞു അങ്ങ് ഇവനെ മികച്ച ഒരു ആയോധന കലകളെല്ലാം പഠിപ്പിക്കണം. അതിന് പകരമായിട്ട് ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും അവൻ ചെയ്തോളൂ. അപ്പൊ അവരും സമ്മതിച്ചു. അങ്ങനെ മകനെ അവിടെ ആക്കിയിട്ട് അദ്ദേഹം തിരിച്ചുപോയി. അടുത്ത ദിവസം രാവിലെ ഒരു അങ്കി എടുത്ത്, അവരുടെ സന്യാസിമാരുടെ അങ്കിയിൽ അതെടുത്ത് കൊടുത്ത് പറഞ്ഞു, ചുറ്റാൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ദൂരെ ഇരിക്കുന്ന ഒരു മൺകലം, വലിയൊരു മൺകലുണ്ട്, മൺവട്ടിയുണ്ട്, അത് കാണിച്ചിട്ട് പറഞ്ഞു കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് അതിൽ കൊടുന്ന് നിറയ്ക്കാൻ പറഞ്ഞു. അവൻ ദൂരെ നിന്ന് വെള്ളം കോരി കൊടുന്ന് അതിലേക്ക് മൺവട്ടി നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് അപ്പുറത്തുള്ള കല്ലിന്റെ മുകളിലേക്ക് ഒന്ന് കയറ്റി വെക്കണം. കുറച്ച് ഭാരം കൂടുതലായിരുന്നു, എന്നാലും അവൻ ശ്രമിച്ച് അതിന്റെ മുകളിലേക്ക് കയറ്റി വെച്ചു. സമാധാനത്തോടെ ഇരിക്കാന്ന് വിചാരിച്ച അപ്പോൾ ഉടനെ കിട്ടിയ അടുത്ത പണി, ഇനി 2 കൈകൾ കൊണ്ടും ഈ വെള്ളം മുഴുവനും പുറത്തേക്ക് തൂത്ത് കളയാൻ പറഞ്ഞു. എത്ര ആലോചിച്ച് മനസ്സിലായില്ലേ ഇതിലെന്ത് ഇരിക്കുന്നത്, എന്തിനാണ് എൻ്റെ അടുത്ത് ഇതൊക്കെ പറയുന്നത്, ഇത് പഠിക്കാനാണുള്ളത്. പക്ഷെ പറഞ്ഞത് അനുസരിക്കല്ലാതെ വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. 2 കൈകൾ കൊണ്ടും വെള്ളം തൂത്തി കൈ അങ്ങോട്ട് ഫ്രീസ് ആവാൻ തുടങ്ങി, മരവിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞു അത് തന്നെ അന്ന് 3 പ്രാവശ്യം ഇതേ കാര്യങ്ങൾ 3 പ്രാവശ്യം അവനെ കൊണ്ട് ചെയ്യിച്ചു. അടുത്ത ദിവസവും അത് തന്നെ 3 തവണ കാര്യങ്ങൾ വട്ടി നിറയ്ക്കുന്നു, ആ വെള്ളം തൂത്ത് കളയുന്നു, വീണ്ടും അങ്ങനെ 3 പ്രാവശ്യം ഇത് തന്നെ. 3 മാസത്തോളം ഇത് തന്നെയായിരുന്നു. 3 മാസം ഇത് തന്നെയായിരുന്നു പണി. അത് കഴിഞ്ഞപ്പോൾ ഗ്രാമത്തിലേക്ക് പോകാൻ അവനൊരു അവസരം കൊടുത്തു. കുറച്ച് ദിവസത്തെ ഒഴിവുണ്ട്, വീട്ടിൽ പോയിട്ട് അച്ഛനെയും അമ്മയും കൊണ്ടുവരാൻ. രക്ഷപ്പെട്ടു എന്നുള്ള മട്ടിൽ അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ അവരുടെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയും വരാൻ കാരണം എന്തൊക്കെ കലകളാണ് പഠിച്ചത്, എന്തൊക്കെ ചെയ്യാൻ പറ്റും, മെഡിറ്റേഷൻ പഠിച്ചോ, അവരെന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിച്ചത്, സന്യാസിമാരുടെ കൂട്ടുകാരും എന്തൊക്കെയൊക്കെ ചുറ്റുകൂടുക, കല്ലിനെ മുറിക്കാൻ പറ്റുമോ, ഇഷ്ടിക 2 കഷ്ണാക്കാനൊക്കെ പറ്റുമോ. ഇതിനങ്ങോട്ട് ദേഷ്യം വന്നു. എന്ന് വെച്ചാൽ 3 മാസമായിട്ട് ഒരു മുറ പോലും അവനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനങ്ങോട്ട് ദേഷ്യം വന്ന് കൈ വെച്ച മേശപ്പുറത്തൊരൊറ്റയടി, മേശ 2 കഷ്ണമായി. അപ്പോഴാണ് താൻ ഈ 3 മാസം ചെയ്തതിൻ്റെ ഫലം എന്താണ് എന്നതാണ് മനസ്സിലായത്. അപ്പൊ എന്ത് കാര്യം ചെയ്യുമ്പോഴും പ്രാക്ടീസ്, റെപ്പറ്റീഷൻ എന്നുള്ള ഒരു കാര്യം തന്നെ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട. പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ശരിയാണ്. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. എന്നാലാണ് നമ്മുടെ മാത്സ് എന്ന് പറയുന്നത് ടങ് ടിപ്പിലല്ല വരേണ്ടത്, ഫിംഗർ ടിപ്പിലാണ്. അതിന് പ്രാക്ടീസ് തന്നെ വേണം. അപ്പോൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. എത്രത്തോളം കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ ഓരോ ദിവസം കൂട്ടിക്കൊണ്ടുവരും. എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ് എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് സമയമെടുത്തേ ചെയ്യുള്ളൂ. ഗ്രോത്ത് ആൻഡ് എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് ഇൻസെപ്പറബിൾ ആണ്. പെർഫെക്ഷൻ കം വിത്ത് ടൈം അല്ലേ, അല്ലെങ്കിൽ പ്രിസിഷൻ കം വിത്ത് ടൈം, എക്സ്പെർട്ടൈസ് കം വിത്ത് ടൈം. പക്ഷെ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് എന്താ, സൂപ്പർഫിഷ്യൽ എക്സലൻസ്, പെട്ടെന്ന് നമുക്ക് എല്ലാം കിട്ടണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നമുക്ക് പെട്ടെന്ന് വേണം. ബോക്സിംഗ് ചാമ്പ്യനായിട്ടുള്ള മുഹമ്മദ് അലിയുടെ അടുത്ത് പറഞ്ഞിരുന്നു, അദ്ദേഹം എത്ര തവണയാണ് സിറ്റപ്പ് ചെയ്യാറെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, ഇൻ്റർവ്യൂ ചോദിച്ചു. അയാൾ പറഞ്ഞു ഞാൻ എണ്ണാറില്ല, എനിക്ക് എണ്ണാൻ തുടങ്ങുന്നത് എപ്പോഴാണ്, എനിക്ക് വേദനിക്കാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ എണ്ണുന്നത്. അപ്പം അതുവരെ എത്ര ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല. വേദനിക്കാൻ തുടങ്ങുമ്പോൾ, ഹേർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പിന്നെ എണ്ണാൻ തുടങ്ങുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ ലൈഫിനെ ചുറ്റും ഏതൊരു കാര്യം എടുത്താലും ഏതൊരു ലക്ഷ്യം നമ്മളൊരു ഇമാജിനറി ഫിനിഷിലെ മുന്നോട്ട് കൊണ്ടുപോയിക്കും. നമ്മുടെയൊക്കെ വിചാരം അവിടെ എത്തിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, കൈവിട്ടു പോയി അല്ലേ. ഇതുവരയ്ക്ക് ഏതൊരു എക്സാം ആയാലും ഞാൻ അത്ര ശ്രമിക്കും, അത് കഴിഞ്ഞാൽ പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റില്ല, നമ്മൾ സ്വയം നമ്മുടെ ബോധ്യപ്പെടുത്തും. പക്ഷെ മനസ്സിലാക്കണം, അതിനപ്പുറം കടക്കാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമാണ് പറഞ്ഞിട്ടുള്ളതാണ് ഈ ചാമ്പ്യൻ എന്നുള്ള പദവി. ചാമ്പ്യൻ ആവണമെങ്കിൽ അതിനപ്പുറം കടക്കാൻ നമുക്ക് വരണം. അതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ലൈൻ അല്ല, നമുക്ക് മനസ്സിലാക്കണം. അതിന് കടന്നു പോകാൻ പറ്റുന്നവർക്ക് മാത്രമാണ് വിജയം എന്നും ഉണ്ടായിട്ടുള്ളത്.
ഇപ്പൊ നമുക്ക് പലപ്പോഴും നമ്മൾ പോകുന്ന സമയത്ത്, ഇപ്പൊ കുറെ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അവിടെ എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് തിരിഞ്ഞിട്ട് അങ്ങ് വരികയല്ല ചെയ്യണം. ചിലപ്പോൾ ഒരു റോഡ് ക്രോസ് സൈൻ, നമ്മളൊരു യാത്ര പോവാണ്, റോഡ് ക്രോസ് സൈൻ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മളവിടെ എത്തില്ല. നമ്മുടെ ലക്ഷ്യം അതല്ല എന്നല്ല അർത്ഥം. ആ റൂട്ടിലൂടെ പോയാൽ നമ്മുടെ ലക്ഷ്യത്തെത്തില്ല. ചിലപ്പോൾ യൂ ടേൺ എടുക്കേണ്ടി വരും, മൊത്തം തിരിഞ്ഞു വരേണ്ടി വരും. പക്ഷേ നമ്മൾ നമ്മുടെ പാത മാറ്റാനാണ് ശ്രമിക്കേണ്ടത്, അതായത് ലക്ഷ്യം മാറ്റാനല്ല. പ്രോബ്ലം ചെയ്ത് 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 കിട്ടാതെ വരുമ്പോൾ ജാം എന്ന ലക്ഷ്യത്തെ പതിവഴിയിൽ ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ സ്ട്രാറ്റജി ഒന്ന് മാറ്റുക. അതിനുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ നിങ്ങൾക്ക് മുന്നിലുള്ളത്. അവരുടെ വിലയേറിയ ഉപദേശങ്ങൾ, വിലയേറിയ സപ്പോർട്ട് എന്നും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചു ഇവിടുത്തെ ഈ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ പേഴ്സണലി, നിങ്ങൾക്ക് വളരെയധികം ഇന്റിമേറ്റ് ആയിട്ട് സാറിൻ്റെ അടുത്തൊക്കെ സംസാരിക്കാം, വിനോദ് സാറിൻ്റെ അടുത്തൊക്കെ സംസാരിക്കാം. അപ്പൊ സാറിൻ്റെ അടുത്ത് സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രോബ്ലം ഇല്ല. ഞാൻ പ്രോബ്ലം എന്ന് ഉദ്ദേശിച്ചത് മാത്സിലെ പ്രോബ്ലം മാത്രമല്ല, എല്ലാറ്റിനും സാറിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ നിങ്ങൾ പരമാവധി, അങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊക്കെ പരമാവധി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഇനി ഞാൻ സെഷൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അപ്പൊ അത് നേരത്തെ സാറ് പറഞ്ഞ പോലെ എല്ലാവർക്കും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും, പലതും പലതരത്തിലായിരിക്കാം. ചിലർക്ക് ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഈ പഠനത്തിനെ ഫോക്കസ് ചെയ്തിട്ടാണ് പറയുന്നത്, ഇന്റർനെറ്റിലുള്ള അമിതമായിട്ടുള്ള ഒരു അഡിക്ഷൻ, അതായിരിക്കാം. വേറെ ചിലർക്ക് ടി വി ആയിരിക്കും. ടി വിയിലുള്ള അഡിക്ഷൻ പൊതുവെ ഇപ്പോൾ കുറവാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വെബ് സീരീസ്, സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ ഗെയിംസ്, ഓൺലൈൻ ഗെയിംസ് കളിക്കുന്ന മുതിർന്ന കുട്ടികളെ ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്. ചിലർക്ക് റീഡിങ് ആയിരിക്കാം. എന്ന് വെച്ചാൽ റീഡിങ്, വായന എന്ന് പറഞ്ഞ ഒരു ഭ്രാന്തായിട്ട്, വായന നല്ലത് തന്നെയാണ്, പക്ഷേ എത്ര സമയം നമുക്കതിന് പോകുന്നുണ്ട് എന്നുള്ളത് കാര്യം. ഇങ്ങനെ ഒരു ലക്ഷ്യം നമുക്ക് മുന്നിലുള്ളപ്പോൾ എല്ലാം ബാക്കിയുള്ളതെല്ലാം ഒരു ഡിസ്ട്രാക്ഷൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പൊ എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ആണോ നിങ്ങൾക്കുള്ളത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. പലതും ആവും, എന്തോ ആയിക്കോട്ടെ. നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് ഇങ്ങോട്ട്, നിങ്ങൾ 9th പഠിക്കുമ്പോൾ പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക് ആണ് അല്ലേ. പോസിറ്റീവ് വർക്ക്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ എത്ര ചെയ്യുന്നോ അതിനൊരു ഓപ്പോസിറ്റ് ആയിട്ട് എന്തൊക്കെ ഉണ്ട്, അതിനെ ഡിസ്ട്രാക്ഷൻ ആയിട്ട്, അതിന് നെഗറ്റീവ് വർക്കായിട്ട് എന്തൊക്കെ ഉണ്ട്, അതിനെ വടംവലിയിലെ ഓപ്പോസിറ്റ് ടീം പിടിച്ചു വലിക്കുന്ന പോലെ തന്നെയാണ്. അതിൻ്റെ പവർ, അതിൻ്റെ ആ ഒരു എഫിഷ്യൻസി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ആണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളത് ആദ്യം ഒന്ന് കണ്ടുപിടിക്കുക. എല്ലാവരും ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയറിന് നിൽക്കുന്ന കുട്ടികളാണ്. നിങ്ങളോടൊന്നും പാരൻസ് പഠിക്കുക, മൊബൈൽ മാറ്റി വയ്ക്കൂ, അല്ലെങ്കിൽ അതാക്കൂ, പഠിക്കുമെന്ന് പറയേണ്ട പ്രായമൊക്കെ കഴിഞ്ഞിരിക്കണു. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ബോധ്യം വരണം എത്രത്തോളം സമയം പഠിക്കുന്നുണ്ട്, എൻ്റെ എത്ര സമയം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ എത്ര സമയമാണ് വെറുതെ പാഴായി പോകുന്നത്, അതിനെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് നല്ലതാണ് ഉണ്ടാവണം. അപ്പോൾ അതിൽ എന്താണ് നിങ്ങളുടെ സമയം കൊല്ലികൾ എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് എന്തൊക്കെയാണെന്ന് എഴുതുക. അതിൽ നിന്ന് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക. ഞാൻ ഇത്ര സമയമാണ്, മൊബൈലാണെങ്കിൽ ഞാൻ ഒരു ദിവസം ഇത്ര സമയം മൊബൈൽ ഉപയോഗിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇത്ര സമയമാണ് ഈ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ദിവസവും ഇത്ര സമയം മാത്രമാണ് ഗെയിംസിന് വേണ്ടി ചെലവഴിക്കുള്ളൂ. അതിനുവേണ്ടി ആ ഡിസ്ട്രാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇങ്ങനെ പോയിന്റ്സ് ഒരു ബുക്കിൽ എഴുതി വെച്ചാൽ മാത്രം പോരാ, ഡെയിലി കിടക്കുന്നതിന് മുമ്പ് അത് 10 പ്രാവശ്യം വായിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ 5 മിനിറ്റ് മാത്രം എടുക്കുന്ന ഒരു കാര്യമാണ്. ദിവസം 5 മിനിറ്റ് മാത്രമേ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നുള്ളൂ. നിങ്ങൾക്ക് ബാക്കിയുള്ള ആൾക്കാർ പറയുമ്പോഴാണ് നമുക്കതിനെ, മൊബൈൽ ഉപയോഗിക്കരുത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ കൂടുതൽ ടെൻഷൻ. എന്താ ഇപ്പോൾ അമ്മയ്ക്ക് എന്താ എൻ്റെ കാര്യം എനിക്ക് നോക്കിക്കൂടെ, അങ്ങനെ പറഞ്ഞ് നിങ്ങൾ അതിനെയെല്ലാം വേറെ ആരെങ്കിലും പറയുമ്പോൾ അത് കൂടുതൽ ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അവനവനെ തന്നെ ബോധിപ്പിച്ചാൽ മതി. എന്തൊക്കെ കാര്യങ്ങളിലാണ് ഞാൻ പോസിറ്റീവ് ഹാബിറ്റ്സ് ആണ് ഞാൻ വളർത്തേണ്ടത്, എന്തൊക്കെ നെഗറ്റീവ് ഹാബിറ്റ്സ് ആണ് ഞാൻ കളയുന്നത്. പോസിറ്റീവ് ഹാബിറ്റ്സ് നമ്മൾ വളർത്തിക്കൊണ്ടേയിരിക്കണം. എന്ന് വെച്ചാൽ അത് തന്നെ ഉണ്ടാവില്ല. ദേ ആർ ലൈക്ക് സീഡ്സ്. അതിന് നമ്മൾ വളമിട്ട് ഇങ്ങനെ പരിപാലിച്ച് കൊണ്ടുവരണം. നെഗറ്റീവ് ഹാബിറ്റ്സ് അങ്ങനെയല്ല. ദേ ആർ ലൈക്ക് വീഡ്സ്. അത് തന്നെ പൊട്ടി മുളച്ചോളും. അപ്പോൾ ആ വീഡ് ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഇത്രയും വലിയ ലക്ഷ്യം മുന്നിൽ കണ്ട് പുറപ്പെട്ടിറങ്ങിയ കുട്ടികൾ, നിങ്ങളുടെ ആ ലക്ഷ്യത്തിന് തടസ്സം നിൽക്കുന്ന, നിങ്ങളുടെ ആ വിത്ത്, മനസ്സിൽ നട്ട വിത്ത് വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ഒപ്പമുള്ള കളകൾ കൂടി പറിച്ചു കളയും. അപ്പം എന്തൊക്കെ കളകളാണോ ഉള്ളത് അത് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് കറക്റ്റ് ചെയ്യുമെന്ന് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്നും രാത്രി കിടക്കുന്ന സമയത്ത് ഒരു 10 പ്രാവശ്യം വായിച്ചാൽ മതി. ഒരാഴ്ച നിങ്ങൾ ശ്രമിച്ചു നോക്കൂ, ഞാൻ ഗ്യാരണ്ടി. ഞാൻ വേണമെങ്കിൽ എൻ്റെ നമ്പർ വിനോദ് സാർ തരും, നിങ്ങൾ പറയും എന്തെങ്കിലും മാറ്റം. 21 ഡേയ്സ് നിങ്ങൾ ഈ ഒരു ഹാബിറ്റ്, ഈ ഒരു ശീലം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ നെഗറ്റീവ് ഹാബിറ്റ്സ് എല്ലാം പതുക്കെ 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 ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണാം. ഞാൻ എൻ്റെ എക്സ്പീരിയൻസോട് കൂടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനു വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാം പിന്നീട് ഒരിക്കൽ. ഇനിയിപ്പോൾ നമ്മൾ സമയം കഴിയാറായും തോന്നുന്നു. എന്തായാലും ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. 80-20 പ്രിൻസിപ്പിൾ എന്നാരെങ്കിലും കേട്ടിട്ടുണ്ടോ? പാരറ്റോ പ്രിൻസിപ്പിൾ, പാരറ്റോ റൂൾ എന്നൊക്കെ പറയും. വൈറ്റൽ ഫ്യൂ, ട്രിവിയൽ മിനി എന്നാണ് അതിനെപ്പറ്റി പറയാറ്. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ 80% ഔട്ട്പുട്ടും വരുന്നത് 20% കോസിൽ നിന്നാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പഠിക്കുന്നിടത്തല്ലേ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളല്ലേ പഠിക്കുന്നത് എന്നുള്ളത് ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. സാധാരണ പറയാണ്ട് എത്ര ഇതാണെന്നുണ്ടെങ്കിലും 80% ഓഫ് ദ ക്വസ്റ്റ്യൻസ് വിൽ ബി ഫ്രം 20% ഓഫ് ദ സിലബസ്. അപ്പോൾ എന്താ, ആ കോർ ആയിട്ടുള്ള കാര്യങ്ങൾ, ആ കോർ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിരിക്കണം. ഏതൊരു ടോപ്പിക്കിൻ്റെ ആയാലും, അത് ഗ്രൂപ്പ് തിയറി ആവാം, റിയൽ അനാലിസിസ് ആവാം, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ കാൽക്കുലസ് ആവാം, ഏത് ടോപ്പിക് ആയാലും അതിൻ്റെ ആ പഠിക്കുന്ന ടോപ്പിക്കിൻ്റെ കോർ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കോൺസെപ്റ്റ് കറക്റ്റായി മനസ്സിലാക്കുക. ആ കോൺസെപ്റ്റിലാണ് അതിൻ്റെ 20% നിൽക്കുന്നത്. ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ 80% നമുക്ക് അതിൽ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പഠന രീതി അങ്ങനെയൊക്കെ 80-20 പ്രിൻസിപ്പിൾ റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. ആ പഠന രീതി നിങ്ങൾ എല്ലാ കാര്യത്തിലും, ജീവിതത്തിലെ ആയാലും അതെ, ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് 80-20 പ്രിൻസിപ്പിൾ. ഏതിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ ബാക്കി കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ വന്നോളും. സോ ഫോക്കസ് ഓൺ ദ 20% ആൻഡ് 80% ഓഫ് യുവർ പെർഫോമൻസ് വിൽ ബി ഓവർ. റെസ്റ്റ് 20% എന്ന് പറയുന്നത് നമുക്കത് ബാക്കി ആ ഫൈനലായിട്ടുള്ള ഒരു എന്താ പറയേണ്ട ഒരു പ്രാക്ടീസ് എന്നൊക്കെ പറയില്ലേ, ഫൈനൽ ടച്ചിങ്. അത് എവിടേക്കാണ് കാര്യങ്ങൾ, ഏതൊക്കെയാണ് വിട്ടുപോയത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് പിന്നെ അത് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം വേണ്ടത് അത് നമുക്കുള്ളതാണ് എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം. അത് മനസ്സിൽ ഇപ്പം തന്നെ ആ വിത്ത് ആഴത്തിൽ അങ്ങോട്ട് കുഴിച്ചിടുക. പിന്നെ ബാക്കി കാര്യങ്ങൾ അതങ്ങോട്ട് നട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്നുള്ളത് ഇങ്ങനെ വരും. പിന്നെ എന്നും വേറെ വളരെ സൈക്കോളജിക്കലായിട്ട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്, വിഷ്വലൈസ് ചെയ്യുക. ജാം എക്സാം എഴുതാൻ പോകുന്നത് തൊട്ടിട്ട് ജാം എക്സാം എഴുതുന്നതും അത് കഴിഞ്ഞ് റിസൾട്ട് വരുന്നതും ആ റിസൾട്ട് സ്കോർ ഷീറ്റും, ആ സ്കോർ ഷീറ്റിൻ്റെ ഒരു സാമ്പിൾ നിങ്ങൾ കണ്ടിരിക്കണം. ഇപ്പോൾ ജാം എക്സാം കഴിഞ്ഞിട്ടുള്ള കുട്ടി, ഇപ്പോൾ കഴിഞ്ഞ ബാച്ചിൽ എഴുതിയ കുട്ടിയുടെ റിസൾട്ട് വരുന്ന അവരുടെ സ്കോർ ഷീറ്റ് ഉണ്ടാവും. അതൊന്നും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതിലെ അതിൻ്റെ ഒരു എന്താ പറയേണ്ട ഒരു മോക്കായിട്ടുള്ള ഒരു സ്കോർ ഷീറ്റ് നിങ്ങൾ ഉണ്ടാക്കുക. അതിൽ നിങ്ങളുടെ പേര് വെക്കണം, നിങ്ങളുടെ നമ്പർ വെക്കണം, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന റാങ്ക് വെക്കണം. അങ്ങനെയുള്ളൊരു സ്കോർ ഷീറ്റ് ഓരോരുത്തരും ഇന്ന് തന്നെ ഉണ്ടാക്കണം. നിങ്ങളുടെ പഠനമുറിയിൽ എല്ലാവരും നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് അതിനെ ഒട്ടിച്ചു വയ്ക്കുക. എന്നും കാണുക, എന്നും ഉറങ്ങുന്നതിന് മുമ്പ് ആ സ്കോർ ഷീറ്റ് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. പിന്നെ പഠിക്കാൻ ആരും നിർബന്ധിക്കേണ്ടി വരില്ല. തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ആ ട്രാക്കിലേക്ക് അങ്ങോട്ട് എൻ്റർ ചെയ്യും. പിന്നെ ഇവിടെയുള്ള ആൾക്കാരുണ്ട്, ഇവിടെയുള്ള കൂട്ടുകാരുണ്ട്, വിനോദ് സാറുണ്ട്, ബിജുമോൻ സാറുണ്ട്, വിജയൻ സാറുണ്ട്, വിജയകുമാർ സാറുണ്ട്, എല്ലാവരും എല്ലാ സപ്പോർട്ടും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ആ ലക്ഷ്യത്തിലേക്ക് അനായാസേന എത്തിച്ചേരാൻ. അനായാസേന എന്ന് പറയാൻ കാരണം, നമ്മളൊരു കാര്യം പാഷനേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നതൊന്നും ഒരു പണി നമുക്കൊരു പണിയായിട്ട് തോന്നില്ല. നമ്മളൊരു കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ, ഇവിടെ മാത്സ് പഠിക്കാൻ തയ്യാറായി വന്ന കുട്ടികൾക്കൊക്കെ മാത്സിനോടുള്ള പാഷൻ എനിക്ക് മനസ്സിലാവും. ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ജോലിയെടുത്ത് ക്ഷീണിക്കുക എന്നുള്ളതില്ല. എത്രയും നമുക്ക് തന്നെ അതിനുള്ള ഒരു എനർജി കൈവന്നു. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സ്റ്റഡി ടൈം, പ്രൈം ടൈം എന്നൊക്കെ പറയുന്നത്, അത് നമ്മൾ ഇപ്പോൾ 3-4 മണിക്കൂർ പ്രൈം ടൈം ഉള്ള അല്ലെങ്കിൽ പഠിക്കാൻ ആക്റ്റീവ് ടൈമുള്ള ആൾക്കാർ പതുക്കെ ആ പാഷനിലേക്ക് ഞങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജാമൊക്കെ എടുക്കാനാകുമ്പോഴേക്കും 14-15 മണിക്കൂർ വരെ നിങ്ങൾക്ക് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒട്ടും ക്ഷീണമില്ലാതെ, ഒട്ടും ബോറടിക്കാതെ, ഒട്ടും കംപ്ലൈൻറ്റ്സ് ഇല്ലാതെ ഇഷ്ടത്തോടു കൂടി നിങ്ങൾ അതിന് പഠിക്കാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാനും കഴിയും. അതിന് എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ഗുരുക്കന്മാരുടെ ഉണ്ട്, എല്ലാവരുടെ പ്രാർത്ഥനകളും ഉണ്ട്. ഏറ്റവും മിടുക്കരായിട്ട് തന്നെ ഇപ്പോൾ അടുത്ത വർഷത്തെ ജാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ വിനോദ് സാറിൻ്റെ മാത്സ് ആസ്പിറൻസ് ഗ്രൂപ്പിൻ്റെ ഫ്ലെയർ എന്ന് പറയുന്നത് വലിയൊരു പോസ്റ്റർ തന്നെ ഉണ്ടാക്കാൻ സാറിന് സാധിക്കണം. അതിന് എല്ലാവർക്കും എല്ലാ
ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാഡം. വളരെ നല്ല ഒരു സെഷനായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മുടെ പാർട്ടിസിപ്പൻസിനും അവര് നേരത്തെ ഉണ്ടായിരുന്ന ഒരുവിധം എല്ലാവരും ഇപ്പോഴും ഏതാണ്ട് അവസാനം വരെ ഉണ്ട്. അപ്പൊ അവരും നല്ലോണം അത് ഉൾക്കൊണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ പ്രത്യേകിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെഷനിലൂടെയുള്ള ഒരു ഫീഡ്ബാക്ക് ഒന്ന് പറയാനുള്ള ഒരു അവസരമാണ്. പറ്റുന്നത്ര കുട്ടികൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഓൺ ആക്കിയിട്ട് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി നിങ്ങൾ ഏത് കോളേജാന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഒരു ഫീഡ്ബാക്ക് പറയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക, ചോദിക്കാൻ, അതിനൊക്കെയുള്ള ഒരു അവസരമാണ്. മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മാം, കീർത്തനയാണ്. എനിക്ക് ആക്ച്വലി ഐ ഹാഡ് എ സ്മോൾ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഒരു ലൈക്ക് സൈക്കോളജിക്കൽ ഡൗട്ട് പോലെ. സോ ഇന്ന് ഞാൻ രാവിലെ അമ്മയുടെ കൂടെ ഇരിക്കുമ്പോൾ അമ്മ ഈ യോഗ ക്ലാസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെർ വാസ് ദിസ് 21 day thing going on. Yes. And today also you mentioned that നമ്മൾ ആ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ we do it for 21 days. So what is this magic about that 21? Okay. Why 21? Thank you, Kirtana, for reminding me. Actually, I forgot to tell about that. ശരിക്കും സൈക്കോളജിക്കലി പറഞ്ഞ ഏതൊരു കാര്യവും നമ്മൾ ഒരു 21 ദിവസം തുടർച്ചയായി നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ അത് നമ്മുടെ ഹാബിറ്റായി മാറും. ഏതൊരു കാര്യം എടുത്താലും നമ്മൾ പോലും അറിയാതെ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറും. പിന്നെ അത് ആരും നമ്മളോട് ചെയ്യണമെന്ന് പറയേണ്ട, ഓർമ്മിക്കേണ്ട. അതുപോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം 21 ദിവസത്തിന് നമ്മൾ ചെയ്യാതിരുന്നാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമല്ലാതെയായിട്ടും തീരും. അപ്പൊ 21 ദിവസം എന്നുള്ളത് സൈക്കോളജി പറയുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. 21 ദിവസമാണ് അതിന് പറയുന്നത് തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ. അതാണ് ഈ 21 ഡേയ്സിന്റെ സിഗ്നിഫിക്കൻസ്. 21 ഡേയ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ അത് പിന്നെ ആരും കമ്പൽ ചെയ്യാതെ തന്നെ നമുക്കത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. Thank you, Kirtana. Yes. Good evening, Vinod sir. Good evening. Good evening, Ajita ma'am. First of all, എനിക്ക് ഇന്നത്തെ ഹോസ്റ്റ് ആയ അജിത മാം താങ്ക് യു പറയുന്നുണ്ട്. പിന്നെ കോർഡിനേറ്റേഴ്സ് ആയ വിനോദ് സാറും ബിജുമോൻ സാറും ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു യു ആൻഡ് അവർ സ്പെഷ്യൽ ഗസ്റ്റ് സമ്പാട്ട് വിജയകുമാർ സർ. താങ്ക് യു സർ. ഇന്നത്തെ ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം മാം പറഞ്ഞ ഹാപ്പി മെമ്മറീസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മുടെ മൈൻഡിൽ നമ്മൾ ഹാപ്പി മെമ്മറീസിന്റെ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരു പ്രചോദനമാണ്. താങ്ക് യു മാം. ഐ റിയലി അപ്രീഷിയേറ്റ് ദിസ് ക്ലാസ്. താങ്ക് യു. Good name please? Ramakant. Okay. Ramakant. From which college? St. Paul's College, Kalmasheri. Oh, good. Okay, thank you, Ramakant. ബാക്കിയുള്ളവരും മടിക്കാതെ മുന്നോട്ട് വരിക, വീഡിയോ ഒക്കെ ഓണാക്കി സംസാരിക്കുക. Yes. ഇവര് BSc ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികളാണോ? Yes, sir. ഓക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം, ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിനൊക്കെയുള്ള ഒരു അവസരമാണ്. ഇങ്ങനെ പേടിച്ച് മാറി നിൽക്കേണ്ട ആവശ്യമില്ല, മുന്നോട്ട് വരാം. Good evening, ma'am. Good evening, sir. Good evening. എൻ്റെ പേര് നിവേദിത. ഞാൻ സെന്റ് മേരീസ് കോളേജ് വയനാട്ടിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഈ കഥകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പം ഓരോ പ്രാവശ്യവും ഈ കഥകളിലൂടെ ഒക്കെ പറയുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാനും കുറച്ചും കൂടെ മനസ്സിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞതൊക്കെ ഒരുപാട് ഇഷ്ടമായി. നല്ല Thank you. Okay, thank you, Nivedita.
Yes, India's പറഞ്ഞോളൂ. ഹലോ, India's പറഞ്ഞത്. ഹലോ സാർ, Yes, yes, പറഞ്ഞോളൂ. പറഞ്ഞോളൂ ഇംതിയാസ്, കേൾക്കുന്നുണ്ട്. നമുക്കൊരു എന്തോ നെഗറ്റീവ് range ഉണ്ട്, issue. അല്ലെങ്കിൽ ദൂരം കളയുന്നുണ്ടെങ്കിൽ അത് 90 ദിവസം ഇന്ത്യസ് എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് തോന്നുന്നു. ഇന്ത്യസ് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടോ. നെഗറ്റീവ് കളയണമെന്നുണ്ടെങ്കിൽ 90 ദിവസം പ്രാക്ടീസ് ചെയ്യണം എന്ന്, അതാണോ പറഞ്ഞത്? ഈ 21 ഡേ പ്രിൻസിപ്പിൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ ഇംതിയാസ്. 21 ദിവസം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ 90 ദിവസത്തിലേക്ക് എത്തിക്കാൻ പിന്നെ ആരും നിർബന്ധിക്കേണ്ടല്ലോ. അത് ഇംതിയാസിന് തന്നെ അത് ചെയ്യാൻ ഓട്ടോമാറ്റിക് ആയിട്ട് 90 ദിവസത്തിലേക്ക് എത്തും. 21 എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് പറയുന്ന ഒരു സൈക്കോളജി പറയുന്ന ഒരു കണക്കാണെന്ന് മാത്രം. Yes, thank you, Indias. ദൃശ്യ. ഹായ് മാം, ഞാൻ ശ്യാമയാണ്. അസിംബ്രേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. മാം, ഇന്നത്തെ ക്ലാസ് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. എനിക്ക് പൊതുവേ ഈ മോട്ടിവേഷണൽ ടോക്സ് ആയാലും സെൽഫ് ഹെൽപ്പ് ബുക്സ് ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്. അപ്പം ഇന്നത്തെ ക്ലാസ് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ആ പോസിറ്റിവിറ്റിനെ കുറിച്ച് പറഞ്ഞത് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ അതൊക്കെ അപ്ലൈ ചെയ്യാൻ പരമാവധി ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യണമെന്ന് ഉള്ള കാര്യങ്ങളും അതുപോലെ നമുക്ക് ഒഴിവാക്കേണ്ട നെഗറ്റീവ്സ് എഴുതി അതും മേഡം പറഞ്ഞത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ പലപ്പോഴും ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം കൂടിയാണത്. പിന്നെ എനിക്ക് ഒരു ഡൗട്ട് ഉള്ളത്, മേഡം ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം വരുന്നത് എന്ത് കാര്യമായാലും ഒരു കൺസിസ്റ്റന്റ് ആയി ചെയ്യാനുള്ളതാണ്. ഞാനിങ്ങനെ പലതും പ്ലാൻ ചെയ്ത് ഒരു 2-3 ദിവസം ചെയ്ത് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ അങ്ങനൊരു എല്ലാ കാര്യം കുറച്ചും കൂടെ ഒരു കൺസിസ്റ്റന്റ് ആയി ചെയ്യാൻ എന്തെങ്കിലും ഒരു ഐഡിയ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു. ഇത് തന്നെ ഈ റൂള് അപ്ലൈ ചെയ്യാം. നമ്മൾ ഞാൻ എഴുതാൻ പറഞ്ഞില്ലേ ഒരു ഗുഡ് ഹാബിറ്റ്, എല്ലാ കാര്യങ്ങളും കൾട്ടിവേറ്റ് ചെയ്യേണ്ട ഗുഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ്. അപ്പോൾ അതിൽ എല്ലാം വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കും. പോസിറ്റീവായിട്ട് വേണം. എനിക്ക് ഏതൊരു അഫർമേഷൻ എഴുതുന്നത് പോസിറ്റീവായിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്ത് കാര്യം ഞാൻ തുടങ്ങി വെച്ചാലും എനിക്കത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് എഴുതാം. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ പോസിറ്റീവ് ഗുഡ് ഹാബിറ്റ്സ് നമുക്ക് എഴുതാം, ഒഴിവാക്കേണ്ട ഹാബിറ്റ്സ് എഴുതാം, ഒഴിവാക്കേണ്ട രണ്ടും എഴുതാം, രണ്ടും വായിക്കാം. അപ്പോൾ തന്നെ നമുക്കത് തന്നെ ഒരു നമ്മൾ പോലും അറിയാതെയാണ് ആ ഒരു എന്താ പറയേണ്ട നമുക്ക് അതിനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത്, നമ്മൾ പോലും അറിയില്ല. ഓക്കെ മാം, താങ്ക് യു. Thank you, ശ്യാമ. Yes, ദൃശ്യ. ഹായ് മാം, ഐ എം ദൃശ്യ. ഞാൻ സെന്റ് തോമസ് കോളേജ് തൃശ്ശൂരിലാണ് പഠിക്കുന്നത്. ദി സെക്ഷൻ വാസ് റിയലി ഗുഡ്. എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് ദിവസം ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, പിന്നെ പഴയത്തെ പോലെ വീണ്ടും അത് നിർത്താനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഈ ഗ്രൂപ്പിൽ മെയിൻ ആയിട്ട് നടക്കുന്നതെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ആക്റ്റീവ് ആകാൻ പറ്റുന്ന ഒരു സെക്ഷൻ ആയിരുന്നു ഈ പ്രോബ്ലം ഡിസ്കഷൻ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കറക്റ്റ് ആയിട്ട് അങ്ങനെ ഫോളോ ചെയ്താൽ എനിക്ക് തോന്നില്ല, പക്ഷെ ഇപ്രാവശ്യം മാം പറഞ്ഞ പോലെ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 month എന്തായാലും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് ഒരു ദിവസം പോലും ആ ക്വസ്റ്റ്യൻസ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആൻഡ് ഇറ്റ് വാസ് റിയലി നൈസ്. താങ്ക് യു. ഗുഡ് ഈവനിങ് മാം. എൻ്റെ പേര് ആദിത്യദാസ്. ഞാൻ മഹാത്മാഗാന്ധി കോളേജ് ഇരട്ടിയിലാണ് പഠിക്കുന്നത്. മാത്സിൻ്റെ ക്ലാസ് നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് ആയിരുന്നു. 21 ഡേ പ്രിൻസിപ്പിൾ ആയാലും അതൊക്കെ നല്ല ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ താങ്ക് യു മാം ഫോർ ദി സെഷൻ. അതുപോലെ തന്നെ വിനോദ് സാറിനും ബിജുമോൻ സാറിനും താങ്ക്സ്. താങ്ക് യു. ഹലോ മാം. യെസ് പ്ലീസ്. ഹലോ മാം, എൻ്റെ പേര് അസ്ലിൻ. ഞാൻ നിർമ്മലേരി കോളേജിലാണ് പഠിക്കുന്നത്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എനിക്ക് ടൈം മാനേജ്മെന്റ് അതേപോലെ സ്ട്രെസ് ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞത് നന്നായി ഇഷ്ടപ്പെട്ടു. എനിക്ക് പൊതുവേ കുറച്ച് സ്ട്രെസ് ഉള്ള കൂട്ടത്തിലാണ്. അതേപോലെ മാത്സിലൊക്കെ തന്നെയാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം
സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു വല്ലാത്തൊരു കോൺഫിഡൻസ് കുറയുന്ന പോലെ എനിക്ക്. അതേപോലെ ഒരു പെട്ടെന്നൊന്നും എനിക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാറില്ല, കുറച്ച് ടൈം എടുക്കാറുണ്ട്. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഒക്കെ കിട്ടിയാൽ സോൾവ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അതായത് പെട്ടെന്ന് ട്രിക്സ് കൊണ്ടൊന്നും എനിക്ക് മാത്സിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റാറില്ല. ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റാറുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ചെറിയൊരു പേടിയുണ്ട് എക്സാംസ് ഒക്കെ, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ ആലോചിക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു പേടിയാണ്. കാരണം വേഗം ഫാസ്റ്റ് ആയിട്ട് ആൻസേഴ്സ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കാറില്ല. മാത്സ് ഒക്കെ പ്രത്യേകിച്ച് വരുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റാറുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ടെൻഷൻ ഉണ്ട് ഈ ഒരു കാര്യത്തില്. ഓക്കെ, താങ്ക് യു ആസ്നി ഫോർ ഷെയറിങ് ദിസ്. അപ്പൊ ഇത് വളരെ കറക്റ്റായിട്ടാണ് പലർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് ഇവിടെ ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും എനിക്ക് മാത്രമേ ഇതൊന്നും കിട്ടാത്തുള്ളൂ, എനിക്ക് മാത്രമേ ഇത് ഫോളോ ചെയ്യാൻ പറ്റാറുള്ളൂ, എനിക്ക് മാത്രമേ ഡൗട്ട്സ് വരുന്നുള്ളൂ, അങ്ങനെ നമ്മളങ്ങനെ വിചാരിക്കും. പക്ഷേ ഈ ഗ്രൂപ്പിലെ തന്നെ കുട്ടികളെ നോക്കൂ, ഈ ഗ്രൂപ്പിലെ കുട്ടികളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പേരൊക്കെ ആയിട്ടൊന്ന് കമ്പനിയാവുക, ഒരു പിയർ ഗ്രൂപ്പ് ലേണിംഗ് എന്ന് പറയില്ലേ. അപ്പോൾ അവരൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴാവും മനസ്സിലാവുക നമുക്ക് കിട്ടാത്തതും ചിലപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവാം, പക്ഷെ അവർക്ക് കിട്ടാത്ത പല കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു നമ്മളെ മ്യൂച്വലായിട്ട് നമ്മൾ കാര്യങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളൊന്ന് ഷെയർ ചെയ്യുമ്പോൾ തന്നെ, മ്യൂച്വലി ഒന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പറക്കാൻ പറ്റും, ഒരുമിച്ച് ഉയരാം, ഒരുമിച്ച് പറക്കാം, ഒന്നുകൊണ്ടും പേടിക്കണ്ട. അപ്പൊ അങ്ങനെ ഒരു നമുക്ക് ചില കുട്ടികളുടെ കുറച്ചൊരു ഇൻട്രോവേർട്ട് ആയിരിക്കും, അധികാരോടും അങ്ങനെ ഡിസ്കസ് ചെയ്ത് പഠിക്കും. പക്ഷെ ഈ ഒരു രീതി പതുക്കെ തുടങ്ങാൻ ശ്രമിച്ചു നോക്കും. ചിലപ്പോൾ ഒട്ടും പറ്റാത്ത ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയ, പക്ഷെ ദിസ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ്. പറഞ്ഞു കൊടുക്കുന്നതും എനിക്ക് ഇവിടെ അമൃതയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, അവളുടെ ഒരു ദിവസം സ്റ്റഡി ടൈം എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് ചിലപ്പോൾ അവൾ എന്നെ തല്ലാൻ വരും. എന്നാലും രാത്രി 9 മണി എന്നുള്ളൊരു സമയം ഉണ്ടെന്നത് അവൾ നോക്കുന്നത്. 9 മണി എന്നുള്ള സമയം ഉണ്ടെങ്കിൽ അവൾ കിടന്നിരിക്കും, ഉറങ്ങിയിരിക്കും. എന്നുവെച്ചാൽ അതിനപ്പുറം ഇരിക്കാൻ പറ്റില്ല അതുവരെ. പിന്നെ എന്താ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് വരുന്നത്, ക്ലാസ്സിൽ വളരെ അറ്റൻറ്റീവാണ്. ക്ലാസ്സിൽ നിന്ന് തന്നെ ഒരുവിധം ലേണിംഗ് ഒക്കെ അങ്ങോട്ട് എടുക്കും. ക്ലാസ്സിൽ നല്ലോണം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള കാര്യങ്ങൾ ഇതുപോലെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടും കാര്യങ്ങളായിട്ട് പഠിക്കും. പക്ഷേ രാത്രി 9 മണിക്ക് കിടക്കുമെങ്കിൽ പോലും രാവിലെ എന്നും 4 മണിക്ക് എണീക്കാറുണ്ട്. അതൊരു രീതിയായിട്ട് തന്നെ ശീലമായിട്ട് തന്നെ കൊണ്ടുവന്നു. ഇപ്പം 4 മണി തൊട്ട് 6 മണി വരെ പഠിക്കും. ആ പഠിക്കാനുള്ള കാര്യങ്ങൾ സംശയമുള്ളത് വേറെ കുട്ടികളുടെ അടുത്ത് ചോദിക്കും. അതേപോലെ തന്നെ അറിയുന്ന കാര്യങ്ങൾ പരമാവധി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറ്. ഞാൻ ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെയധികം എനിക്ക് അഭിമാനം ഉണ്ട് അവളെ കുറിച്ച് ഓർത്ത്. എന്ന് വെച്ചാൽ അവൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം എപ്പോഴും ചെലവഴിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഈ ഒരു ലെവലിലേക്കൊക്കെ എത്താൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും ആ കമ്പൈൻഡ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവാണ്. യു ജസ്റ്റ് ട്രൈ ഇറ്റ്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു അസ്നിൻ. ഇതുപോലെ മുന്നോട്ട് വരിക, നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാൻ. യെസ് അനാമിക. മാം, എൻ്റെ പേര് അനാമിക. ഞാന് 2 വർഷമായിട്ട് വിനോദ് സാറിന്റെ കൂടെ നമ്മുടെ മാത്സ് ആസ്പിരൻസ് ഗ്രൂപ്പിലുള്ള ഒരു കുട്ടിയാണ്. MSc ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പം എനിക്ക് പറയാനുള്ളത് മെയിനായിട്ട് നമ്മുടെ ഗ്രൂപ്പിലെ കുട്ടികളോടാണ്. നമ്മൾ കേൾക്കാറില്ലേ ചന്ദനം ചാരിയ ചന്ദനം മുണക്കുന്നു, അതേപോലെയാണ് വിനോദ് സാറിന്റെ കൂടെ നിൽക്കുമ്പോൾ എന്താ പറയാ എല്ലാ രീതിയിലും ഞങ്ങളുടെ ഗ്രൂപ്പിന് എന്റെ കൂടെ ഇനിയും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്കെല്ലാം അങ്ങനെ ഒരു സപ്പോർട്ടാണ് സാർ തന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വർഷം നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. എപ്പോഴും സാറിന്റെ കൂടെ തന്നെ ഉണ്ടാവുക, മാക്സിമം സാറിന്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യുക. അത് നമുക്ക് തരുന്ന ഒരു അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഒരു പ്ലാറ്റ്ഫോം അത് വലുതാണ്. എന്താ പറയുക, ഒരുപാട് പുറത്തുനിന്നുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാനും എല്ലാത്തിനുള്ള ഒരു അവസരമാണ്. അപ്പം മാക്സിമം എല്ലാവരും ഉപയോഗിക്കുക. താങ്ക് യു മാം, നല്ല ക്ലാസ് ആയിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു സെഷനിൽ ഈ ഒരു വർഷത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് അടിപൊളിയായി. താങ്ക് യു മാം ആൻഡ് താങ്ക് യു വിനോദ് സർ. ഹലോ, എന്റെ വീട്ടിലെ എല്ലാവരും കേട്ടു ഈ പ്രോഗ്രാം കേട്ടോ. അപ്പൊ മാഡത്തിന്റെ ക്ലാസ് നന്നായിന്ന് എന്റെ മിസ്സസും മോളും ഒക്കെ പറഞ്ഞു. ഞാനും കുറച്ചു നേരം കേൾക്കാൻ പറ്റി. വെരി ഗുഡ്. അത് ഇങ്ങനത്തെ പ്രോഗ്രാം നടത്തുന്നത് നന്നായിരിക്കും. നമ്മുടെ ടീച്ചർ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു തോന്നലുണ്ട് നമുക്ക് മാത്രം ഒന്നും അറിയില്ല, ബാക്കി എല്ലാവർക്കും അറിയുന്നുള്ളത്. ആ ധാരണയാണ് ആദ്യം മാറ്റേണ്ടത്. ഇവിടെ ഞാൻ ഈ വാട്സപ്പ് മറ്റേ മാത്ത് ആസ്പിരൻസ് ഗ്രൂപ്പ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അമൃതയൊക്കെ ജോയിൻ ചെയ്ത സമയത്ത് അവര് നമ്മളോട് ക്ലാസ്സിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ചില ആൻസേഴ്സ് ഒക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു മാത്ത് ആസ്പിരൻസിലെ ഗ്രൂപ്പിലെ മെമ്പർ ആയിരുന്നു. അങ്ങനെയാണ് അമൃത ഞാൻ പരിചയപ്പെട്ടത്. അമൃത ഞാൻ ക്ലാസ് എടുത്തിട്ടില്ല.
ഓക്കെ, അപ്പൊ അവര് ആൻസർ ചെയ്യുന്ന രീതിയും അവരുടെ ഒരു എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ഒരു വ്യത്യാസം കണ്ടതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഗ്രൂപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് എത്രയോ ക്ലാസ്സുകൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയൊന്നും പെയിൻസ് എടുത്തിട്ട് വേറൊരു ആൾക്കാരും ചെയ്യില്ല. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോൾ 22-ാം തീയതി ഒരു പ്ലാൻ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് August 15-ന് ഉണ്ടാവും. അത് നല്ലൊരു ഇതാണ്. എന്തായാലും പരസ്പരം ഡിസ്കസ് ചെയ്യുക, മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ കമ്പയർ ചെയ്യുക. നമുക്കൊന്നും അറിയില്ല എന്നുള്ളൊരു തോന്നൽ മാറ്റുക. നമ്മുടെയൊക്കെ അവസ്ഥ അതിനെക്കാട്ടും മോശപ്പെട്ട അവസ്ഥയായിരുന്നു. ഓക്കെ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഞാൻ MSc പഠിക്കാൻ വന്ന സമയത്ത് മാത്തമാറ്റിക്സും അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, ഒന്നും അറിയില്ലാത്ത അവസ്ഥയായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടി. ഓക്കെ, കൂടെ ഉള്ളവരെ കാട്ടിലും കുറച്ച് ഭേദമാണ് നമ്മളൊന്നൊരു തോന്നലുണ്ടാക്കി. അങ്ങനെ സ്ലോലി ബിൽഡപ്പ് ചെയ്ത് വന്നിട്ടാണ് നമുക്ക് മാത്തമാറ്റിക്സിൽ നിൽക്കാനൊരു അവസരം കിട്ടിയതും അതൊരു കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയതും. പിന്നെ കുറേ ആൾക്കാർ, നമ്മുടെ സാറന്മാർ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ അന്നത്തെ സാറന്മാർ, ക്ലാസ്മേറ്റ്സ്, അതുപോലെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള ഇന്നത്തെ പോലെ മറ്റ് ഓഫ്കോഴ്സ് ഓൺലൈനിനെക്കാട്ടിലും ഇന്നത്തെ പോലെ പ്രോഗ്രാംസ് ഒന്നും അന്നില്ലായിരുന്നു. എപ്പോഴെങ്കിലും ഒരു പ്രോഗ്രാം എവിടെയെങ്കിലും ഉണ്ടാവും. MSc പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടില്ല. PhDക്ക് ജോയിൻ ചെയ്തപ്പോഴാണ് എന്തോ ഒരു അവസരം കിട്ടി. പൂനെയിൽ ആദ്യമായിട്ട് പോയി. അന്നത്തെ പരിചയപ്പെട്ട എല്ലാവരും വലിയ മാത്തമാറ്റിക്സ് പ്രൊഫസേഴ്സായി. അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു ഹാർഡ് വർക്ക്, നമ്മുടെ ഒരു ഡെഡിക്കേഷൻ, അതാണ് സിൻസിയറിറ്റി, അല്ലെങ്കിൽ പെർസിവിയറൻസ്. ഇംഗ്ലീഷിലൊക്കെ നല്ല കുറെ വാക്കുകളുണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ നോക്കുക. അതിൽ എന്താ പറയുക, കുറച്ചും കൂടിയൊക്കെ കോൺഫിഡൻസ് വരും. തീർച്ചയായും നിങ്ങൾക്കൊക്കെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് ഇപ്പോൾ. ഓക്കെ, ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരോട് ഡിസ്കസ് ചെയ്യാമല്ലോ. വെരി ഗുഡ്. താങ്ക് യു സാർ. സാറിന്റെ പ്രസൻസ് ഒരു പ്രത്യേക എനർജിയാണ്. ഓക്കെ. സാറിന്റെ സപ്പോർട്ട് എന്താ പറയാ, നമുക്ക് അത്രയും വിലപ്പെട്ടതാണ്. കാരണം നമ്മുടെ ഗ്രൂപ്പിന്റെ എല്ലാ കാര്യത്തിലും എന്റെ കൂടെ നിൽക്കുന്ന സാറിനോട് ഞാൻ ഏതായാലും ഇത്രയും ആൾക്കാരുടെ മുന്നിൽ നിന്ന് തന്നെ ആ ഒരു നന്ദി അറിയിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു. ബാക്കിയുള്ള കുട്ടികൾക്ക് നമുക്കൊരു 5 മിനിറ്റ് സമയം കൂടി ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ മുന്നോട്ട് വന്ന് പറയാം, മടിച്ചു നിൽക്കണ്ട. പ്രവീൺ പറയും. ഹലോ മാം, ഞാൻ എൻ്റെ പാരൻസിന്റെ കൂടെ ഇരുന്നിട്ടാണ് ഈ സെഷൻ അറ്റൻഡ് ചെയ്തത്. എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കൂടുതൽ എൻ്റെ പാരൻസ് ആണ് ഈ സെഷൻ എൻജോയ് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ഇത് അവർക്കും നല്ലൊരു മോട്ടിവേഷൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ജാമിന് പ്രിപ്പറേഷൻ്റെ ആ ഒരു സ്റ്റേജിൽ അവർക്ക് എന്നെ നന്നായി സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അഥവാ ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് അവർക്ക് നന്നായി സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അപ്പോൾ മാമിൻ്റെ ടോക്ക് അവർക്കും നന്നായി കണക്ട് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ ദിസ് സെഷൻ ആൻഡ് താങ്ക് യു വിനോദ് സർ. യു ആർ വെൽക്കം. പ്രവീൺ ഏത് കോളേജിലാണ്? ഞാൻ സെന്റ് തോമസ് കോളേജ്, തൃശ്ശൂർ. അതിന്റെ പാരന്റ്സ്, ഞാൻ അത് ചോദിക്കണം എന്ന് വിചാരിക്കുന്നു. ആരുടെങ്കിലും ഒപ്പം പാരന്റ്സ് ഉണ്ടെങ്കിൽ ശരിക്കും അവർക്ക് നല്ല ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കേണ്ടതും കൂടി ആവശ്യമാണ്. എന്തായാലും അത്രയും സപ്പോർട്ടീവ് ആണെന്ന് അറിയാം. അതുകൊണ്ടാണ് പ്രവീണിന്റെ പാരന്റ്സ് ഒപ്പം ഇരുന്നു. എന്തായാലും സന്തോഷം. ഒരുപാട് താങ്ക്സ്. ഹലോ, ഗുഡ് ഈവനിങ് മാം. ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നു. എൻ്റെ പേര് ആദിത്യ മോഹൻ. ഞാൻ വിനോദ് സാറിന്റെ കോളേജിലെ സ്റ്റുഡന്റ് തന്നെയാണ്, സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. അപ്പോൾ ഞാൻ വേറൊരു സ്ട്രീമിൽ നിന്ന് എനിക്ക് വേറൊരു ഡ്രീം ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പം അതൊന്ന് ചേഞ്ച് ആയിട്ട് മാത്സിലേക്ക് വന്ന ഒരാളാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഇന്നൊരു റൂട്ടിൽ പോകണം എന്താന്നുള്ളൊരു അറിവൊന്നും ഇല്ലാണ്ട് വന്ന ഒരാളാണ്. അപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. കാരണം ഞാൻ എൻ്റെ അടുത്തുള്ള ഈ കോളേജിൽ ചേർന്നപ്പോൾ വിനോദ് സാറാണ് പറഞ്ഞത്, ഇത്തരത്തിൽ പോയാൽ ഇന്ന എക്സാംസ് എഴുതിയാൽ ഈ ആൾക്ക് ടെൻഷൻ ആവുമൊന്നും വേണ്ട, എൻ്റെ ഇപ്പൊ ഒന്നും നഷ്ടപ്പെട്ട് വിചാരിച്ചിട്ട് എൻ്റെ ലൈഫിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, നമുക്ക് മുന്നോട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ സാറിന്റെ ഈ മാത്സ് ആസ്പിരൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് എന്നെ കൊണ്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, സാറിന് നന്നായിട്ട് അറിയാം ഞാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ്, എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരിതുണ്ടായിരുന്നു. പക്ഷെ മിസ്സിന്റെ സെഷനിലൂടെ എനിക്ക് തോന്നുന്നുണ്ട് എന്നെ കൊണ്ട് ഇത് കഴിയും, ഇതെനിക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കിന്ന് വന്നിട്ടുണ്ട്. ഞാനപ്പം എന്തായാലും ഇന്നത്തെ സെഷൻ എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സർ ഫോർ സെഷൻ. താങ്ക് യു ആദിത്യ. ഇഷ. ഞാൻ ഇങ്ങനെ ലാസ്റ്റിലേക്ക് കാത്തിരിക്കുന്നു. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെഷൻ ഫസ്റ്റ് ഓഫ് ഓൾ സെഷൻ നല്ല തന്നെയായിരുന്നു. ഞാൻ പേഴ്സണലി
കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പഠിച്ചാൽ കിട്ടും എന്നറിയാം, പക്ഷെ പഠിക്കാൻ ഇരിക്കുമ്പോ അത്ര അങ്ങോട്ട് പറ്റാത്തൊരു ഇതായിരുന്നു. അപ്പൊ മാം പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇപ്പൊ മൈൻഡിലുണ്ട്. അപ്പൊ ഇനി മനസ്സിൽ വരുന്ന ആ ഒരു തോട്ട്സ് ഉണ്ടല്ലോ, തോട്ട്സിന് അഗെയിൻസ്റ്റ് പറയാനുള്ള കൊടുക്കാനുള്ള ഓരോ എസെൻസ് ആയിട്ട് ഇങ്ങനെ ഓരോ വേർഡ്സ് നിൽക്കുന്ന പോലെ ഉണ്ട്. അപ്പൊ അതേപോലെ ഇനി ഇതിലിങ്ങനെ ഡൗൺ ആയി പോവാണെങ്കിൽ ഈ സെഷൻ സാർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് എടുത്ത് കേൾക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പൊ സെഷൻ വളരെ നന്നായിരുന്നു. താങ്ക് യു. താങ്ക് യു ഗോപിക. ഹലോ സർ. സർ, എൻ്റെ പേര് ഗോപിക. ഞാൻ തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിലെ സ്റ്റുഡൻ്റ് ആണ്. എനിക്കും ഇവിടെ പലരും പറഞ്ഞ പോലെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ അങ്ങനത്തെ ഡൗട്ട്സ് ഒക്കെ തോന്നാറുണ്ട്. പിന്നെ ഈ അക്കാദമിക് ഇയേഴ്സ് മുതലാണ് ശരിക്കും ജാമിന് വേണ്ടിയിട്ട് ദിവസവും കുറച്ച് സമയം പഠിക്കുക അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴും അതെ, ഇപ്പോൾ മാം പറഞ്ഞ പോലെ ഇപ്പൊ കുറച്ച് നാളായിട്ട് അടുപ്പിച്ച് പഠിക്കുമ്പോൾ എനിക്കിപ്പോൾ എത്ര ദിവസമായി അങ്ങനെയൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഡെയിലി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതൊരു ഹാബിറ്റ് ആയിട്ട് മാറുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ മാം 21 ഡേയ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് അതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മാം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. ഇനി ഇപ്പോൾ നമുക്ക് സെൽഫ് ഡൗട്ട് തോന്നുന്ന സമയത്തൊക്കെ ഇതൊക്കെ ഓർക്കുമ്പോൾ മോട്ടിവേഷൻ ആവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു മാം ഫോർ ദി സെഷൻ. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ 1-2 പേർക്കും കൂടി പറയാനുള്ള ഒരു അവസരമുണ്ട്. ഞാൻ ആൾക്കാരെ വിളിക്കാൻ കാത്തിക്കണ്ട കേട്ടോ. ഹലോ മാം. ഹലോ. എൻ്റെ പേര് ഹേമ. ഞാൻ NSS കോളേജ് പന്തളം BSc ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. സാർ ഈ ഒരു സെഷനെ പറ്റി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പോൾ തൊട്ട് ഇതിലേക്ക് ഞാൻ ഭയങ്കര ലുക്ക് ഫോർവേഡ് ചെയ്യുമായിരുന്നു. കാരണം ഒരു മോട്ടിവേഷൻ എന്തുകൊണ്ടും വേണം എന്ന് തോന്നിയിരുന്ന ഒരു സമയം തന്നെ ആയിരുന്നു. മാമിൻ്റെ ക്ലാസ് ഞാനും എൻ്റെ സിസ്റ്ററും കൂടാണ് കേട്ടത്. ആള് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആണ്. അപ്പൊ CUET പോലുള്ള എക്സാംസിന് ആളും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആൾക്കും ഇത് ഭയങ്കര ഒരു മോട്ടിവേഷൻ തന്നെ ആയിരുന്നു. ഇപ്പൊ മാം പറഞ്ഞ പോലെ ഞാനിപ്പം 21 ഡേയ്സ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡെയിലി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു ഹേമ. ഓക്കേ, താങ്ക് യു ഹേമ. ഹായ് മാം. മാം, എൻ്റെ പേര് വരദ. ഞാൻ PSG കൃഷ്ണമാൾ കോളേജിലാണ് പഠിക്കുന്നത്. സോ ഞാനും ഒരു ഭവനൈറ്റ് സ്റ്റുഡന്റ് ആണ് മാം. മനസ്സിലായി. സോ I feel so proud, like after attending your class. Like എനിക്ക് മാം ഡയറക്ട്ലി ക്ലാസ് എടുത്തിട്ടില്ലെങ്കിലും മാം എൻ്റെ ഒരു ടീച്ചർ ആണ് എന്ന് തന്നെ പറയാൻ എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് ദ സെഷൻ വാസ് ടോട്ടലി സോ ഇൻട്രസ്റ്റിംഗ് ആസ് വെൽ ആസ് ഇൻസ്പയറിംഗ് മാം. ഞാൻ എൻ്റെ ഹോസ്റ്റലിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് നമ്മൾ ക്ലാസ് കേട്ടത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി മാമിന്റെ ക്ലാസ്. ആൻഡ് ലൈക്ക് നാളെ തൊട്ട് നമ്മൾ ഇതെല്ലാം ചെയ്യാൻ തുടങ്ങും എന്നുള്ള പ്ലാനിൽ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് മാം. സോ താങ്ക് യു സോ മച്ച് ഫോർ ദി സെഷൻ മാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഭരത്. ഇനി ആരെങ്കിലും സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം. നമ്മൾ ആദ്യം മാറ്റേണ്ടത് ഈ മടിയാണ്, ഈ പേടി, സംസാരിക്കാനുള്ള ഷൈനസ് ഒക്കെ. എന്തായാലും നമുക്ക് ഇന്നലെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. ശിവകുമാർ സാറൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അതുപോലെ ബിജുമോൻ സാറും ഉണ്ട് നമ്മുടെ കൂടെ. ഈ ഒരു സെഷനില് ത്രൂ ഔട്ട് ഇരുന്ന കുട്ടികൾക്ക് എന്തായാലും ഒരുപാട് എന്താ പറയാ, ഒരു നല്ലൊരു ചേഞ്ച് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്നാണ് അറ്റ്ലീസ്റ്റ് അത് ഫോർ ദ മൊമെന്റ് എങ്കിലും അവര് പറയുന്നത്. നേരത്തെ നമ്മുടെ സെഷനിൽ പറഞ്ഞ എക്സാമ്പിൾ പോലെ ജനുവരി 1-ാം തീയതി നടക്കാൻ തുടങ്ങുന്നവരൊന്നും കൊല്ലം മുഴുവൻ നടക്കുന്നില്ല. അതുപോലെ ഇപ്പൊ ഒരു കേട്ട ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾ എത്രത്തോളം പ്രാവർത്തികമാക്കും, എത്രത്തോളം അതില് പെർസിസ്റ്റൻസ് ആയിട്ട് അത് കൊണ്ടു നടക്കും എന്നുള്ള കാര്യം, കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ അത് എഫേർട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന് നിങ്ങളെ ഈ ഒരു ഇതിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താ പറയാ എല്ലാ ദിവസവും രാവിലെ മെസ്സേജ് ഇടുകയൊക്കെ ചെയ്യുന്നത്, മോട്ടിവേഷണൽ മെസ്സേജ് ഇടുകയൊക്കെ ചെയ്യുന്നത്. എൻ്റെ ഫീൽഡും അല്ല, എൻ്റെ പണിയും അല്ല. പക്ഷെ എന്നാലും
എന്താ പറയാ കുറച്ചൊരു പുഷ് എന്നുള്ള രീതിയിലാണ് ഞാൻ അത് ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ സെഷൻ വളരെ മനോഹരമായി നമ്മൾ ശരിക്കും ഈ പ്രാവശ്യത്തെ മാത്ത് ആസ്പിരൻസ് ഗ്രൂപ്പ് നടത്തുന്ന സെഷൻസിൽ ആദ്യത്തെ ഒരു സെഷനാണ് മെയിനായിട്ട് ഈ കുട്ടികളെ മാത്രമായിട്ട് ഉദ്ദേശിച്ച് നടത്തുന്നത്. നമ്മൾ ഇത്തവണ നടത്തിയ സെഷൻസ് ഒക്കെ ഇതിനു മുന്നേ നടത്തിയതൊക്കെ CSIR നെറ്റിന് വേണ്ടിയിട്ടുള്ള സെഷൻസ് ആയിരുന്നു. ജാമിന്റെ കുട്ടികൾക്ക് ഈ ഒരു തുടക്കത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയാ യാദൃശ്ചികമായിട്ട് ആണ് ഈ പരിപാടി ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു കാര്യമാണ്. അപ്പൊ ഏതായാലും അത് ചെയ്യാൻ പറ്റിയത് വളരെ നന്നായി എന്ന് എനിക്കിപ്പം ഇവിടെ പങ്കെടുത്ത ആൾക്കാരുടെയൊക്കെ റെസ്പോൺസ് ഒന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഒരുപാട് സന്തോഷം. അപ്പം ഞാൻ എന്താ പറയാ ആവശ്യപ്പെടുന്നത് എന്താന്ന് വെച്ചാല് മേഡം ഏതായാലും ഇനിയും ഇതുപോലെ ഇതിനെ കുറച്ച് ഫോളോ അപ്പ് ആയിട്ടൊക്കെ ഇടയ്ക്ക് ഒന്ന് വന്ന് ഇവരെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിൽക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ മാത്സ് ആസ്പിരൻസ് ഗ്രൂപ്പ് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ ഒരു ഭാഗമായിരിക്കണം. അപ്പൊ അത് തന്നെ എന്ത് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും വിളിച്ചോളൂ സാർ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ മാത്ത് ആസ്പിരൻസ് ടീമിന്റെ പേരിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതുപോലെ അമൃത മീറ്റിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അമൃതയ്ക്ക് മാത്സ് കരിയറിൽ ഒരുപാട് ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെയുണ്ട്, സപ്പോർട്ട് കൂടെയുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു നല്ല തുടക്കമായി ഇന്നത്തെ സെഷൻ മാറി എന്നുള്ളതിലുള്ള സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നു. നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്നാൽ എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് നമ്മുടെ വിജയകുമാർ സാറിന്, ബിജുമൻ സാറിന്, അതുപോലെ ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ള അജിത മാഡത്തിന് എല്ലാവർക്കും നമ്മുടെ എന്റെ അറിയിക്കുന്നു. ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.